നമ്മളിങ്ങനെ പാനിക്കായി സംസാരിക്കാൻ പാകത്തിന് മാരകമായൊരു രോഗമാണോ ഷിഗല്ല? കിണറ്റിലെ വെള്ളം എങ്ങനെയെങ്കിലും സെപ്റ്റിക് ടാങ്കോ അല്ലെങ്കിൽ സൂവേജോ ആയിട്ട് എങ്ങനെയെങ്കിലും ഒരു കണക്ഷൻ വന്നിട്ടുണ്ടെങ്കിലുള്ള വെള്ളം, ഈച്ചയും പാറ്റയും വന്നിരുന്നിട്ടുള്ള ഈ ഷിഗല്ല അണു ഉള്ള സ്ഥലത്ത് മലത്തിൽ വന്നിരുന്ന ഈച്ചയും പാറ്റയും നമ്മുടെ ആഹാരത്തിൽ വന്നിട്ട് പഴകിയ ആഹാരത്തിൽ ഈച്ചയും പാറ്റയും ഇരുന്നിട്ടുള്ള ആഹാരത്തിൽ കൂടെ ഛർദിലും വയറിളക്കവുമാണ് കോമൺ ആയിട്ട് ഷിഗല്ല രോഗത്തിൻ്റെ ലക്ഷണം. ഏതൊരു വയറിളക്കവും സ്പ്രെഡ് ചെയ്യുന്നത് വായിൽ കൂടെയാണ്. അപ്പോൾ നമ്മുടെ ഫുഡാകാം, നമ്മൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളമാകാം, നമ്മുടെ വിരലുകൾ, ഹാൻഡ് ഹൈജീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പുറത്ത് പോയി ജ്യൂസ് കുടിക്കുന്നു, നാരങ്ങ വെള്ളം കുടിക്കുന്നു, ഇതൊക്കെ നമ്മൾ കോമൺ ആയി ചെയ്തിരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു സംശയമുണ്ട്, ഇതൊക്കെ അരുതുകളാണോ? പൊതുവേ സംസാരിക്കുകയാണെങ്കിൽ കഠിനമായിട്ടുള്ള വയറുവേദനയും മലത്തിൽ രക്തവും ഹൈ ഫീവറും ഷിഗല്ലയുടെ ചാൻസസ് കൂടുതലാണ്. മാം, ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രാധാന്യമുള്ളൊരു വിഷയം, അല്ലെങ്കിൽ മനുഷ്യർ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്, ഷിഗല്ല. അപ്പോൾ ആദ്യം അറിയേണ്ടത്, നമ്മളിങ്ങനെ പാനിക്കായി സംസാരിക്കാൻ പാകത്തിന് മാരകമായൊരു രോഗമാണോ ഷിഗല്ല? എന്താണ് ഷിഗല്ല? അതൊന്ന് പരിചയപ്പെടുത്താമോ ശരിക്കും ആ രോഗത്തെ? ഷിഗല്ല ഒരു ബാക്ടീരിയയാണ്. അപ്പോൾ നമ്മൾ രോഗാണുക്കളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ബ്രോഡായിട്ട് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ബാക്ടീരിയ വിഭാഗത്തിൽപ്പെട്ട അണുക്കൾ, വൈറസ് വിഭാഗത്തിൽപ്പെട്ട അണുക്കൾ, ഇത് രണ്ടും അല്ലാത്തൊരു വിഭാഗം കൂടിയുണ്ട്. അപ്പോൾ ബാക്ടീരിയ രോഗങ്ങൾക്ക് ഉദാഹരണമാണ് നമുക്ക് കോമൺ ആയിട്ട് അറിയുന്നത് ന്യൂമോണിയ ഒരു ബാക്ടീരിയൽ രോഗമാകാം, ടോൺസിലൈറ്റിസ് ഒരു ബാക്ടീരിയൽ രോഗമാകാം, മൂത്രത്തിൽ പഴുപ്പ്. ഇപ്പോൾ പൊതുവേ പഴുപ്പുണ്ടാക്കുന്ന ഇൻവേഡ് ചെയ്യുന്ന കുറച്ച് അകത്തോട്ട് കയറാൻ ത്രാണിയുള്ള അണുക്കളാണ് ബാക്ടീരിയ. വൈറസസും ഉണ്ടാക്കുന്നുണ്ട് ന്യൂമോണിയ, വൈറസ് ചിക്കൻ പോക്സ് വൈറസ് ഇൻഫെക്ഷൻ, മീസിൽസ് വൈറസ് മംസ്, ഇപ്പോൾ എല്ലാ കുട്ടികൾക്ക് ഇടക്കാലത്തുണ്ടായിരുന്നു, അതൊരു വൈറസ് ഇൻഫെക്ഷനാണ്. അപ്പോൾ ബാക്ടീരിയ വിഭാഗത്തിൽപ്പെട്ട വയറിളക്കം ഉണ്ടാക്കുന്ന ഒരു അണുവാണ് ഷിഗല്ല. അപ്പം ഷിഗല്ലയും പലതരം ഷിഗല്ലയുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ പടരുന്നു എന്ന് പറയുന്ന ഷിഗല്ല ഒരു എപ്പോഴും വലിയ സീരിയസ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതല്ല. നമ്മൾ പറഞ്ഞു ഷിഗല്ല ഉണ്ടാക്കുന്നത് വയറിളക്കം ഉണ്ടാക്കുന്ന ഒരു അണുവാണെന്ന്. അപ്പോൾ അത് വെള്ളത്തിൽ നിന്നും ആഹാരത്തിൽ നിന്നും അല്ലെങ്കിൽ അശുദ്ധമായിട്ടുള്ള നമ്മളുടെ കൈകളിൽ നിന്നും ഈ രോഗം പകരുന്നതാണ്. അപ്പോൾ ഷിഗല്ല അണു ഉള്ള വെള്ളം, അതായത് തിളപ്പിച്ചാറ്റിയതല്ലാത്ത വെള്ളം, അല്ലെങ്കിൽ കിണറ്റിലെ വെള്ളം എങ്ങനെയെങ്കിലും സെപ്റ്റിക് ടാങ്കോ അല്ലെങ്കിൽ സൂവേജോ ആയിട്ട് എങ്ങനെയെങ്കിലും ഒരു കണക്ഷൻ വന്നിട്ടുണ്ടെങ്കിലുള്ള വെള്ളം, ഈച്ചയും പാറ്റയും വന്നിരുന്നിട്ടുള്ള ഈ ഷിഗല്ല അണു ഉള്ള സ്ഥലത്ത് മലത്തിൽ വന്നിരുന്ന ഈച്ചയും പാറ്റയും നമ്മുടെ ആഹാരത്തിൽ വന്നിട്ട് പഴകിയ ആഹാരത്തിൽ ഈച്ചയും പാറ്റയും ഇരുന്നിട്ടുള്ള ആഹാരത്തിൽ കൂടെ. പിന്നെ ഇതല്ലാതെ രോഗിയെ ശുശ്രൂഷിക്കുമ്പോൾ ഇപ്പോൾ കുട്ടിക്ക് ഛർദി അല്ലെ ആർക്കാണെങ്കിലും ഛർദിലും വയറിളക്കവുമാണ് കോമൺ ആയിട്ട് ഷിഗല്ല രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ ഈ ഛർദിലും മലം പോയിട്ടുള്ള, ഇപ്പോൾ ഡയപ്പർ ചേഞ്ച് ചെയ്തിട്ടുള്ളതാണെങ്കിലും ആ തുണിയിലായിട്ടുണ്ടെങ്കിലും ആ സമയത്തൊക്കെ നമ്മുടെ കൈകളിലും ഈ അണുക്കൾ കയറും. ഇപ്പം നല്ല വൃത്തിയായി കൈ കഴുകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തൊടുന്നിടത്ത്, ഇപ്പം റിമോട്ട്, ടാപ്പ്, ഫ്ലഷിൻ്റെ ഹാൻഡിൽ, അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ചെറിയ തോതിൽ ഷിഗല്ല ഉണ്ടാകാം. അടുത്തയാൾ വന്ന് ഇവിടെ പിടിച്ചിട്ട് അവർ കൈ ആക്കാതെ തന്നെ വായിൽ വിരൽ വയ്ക്കുകയോ ആഹാരം കഴിക്കുകയോ ചെയ്താലും ഷിഗല്ല പകരാം. അപ്പോൾ ഇത് വായിൽ കൂടെ തന്നെ കയറുന്ന ഒരു അണുവാണ്. അശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ നിന്നാകാം, അശുദ്ധമായിട്ടുള്ള ആഹാരത്തിൽ നിന്നാകാം, പഴകിയ ആഹാരം, നമ്മളുടെ കൈകൾ എവിടെ തൊട്ടാലും നമ്മളിങ്ങനെ കോമൺ ഏരിയാസ്, വേറെ ആരെങ്കിലും ഷിഗല്ല അണുക്കൾ കൈകളിൽ കൊണ്ടുവന്ന് തൊട്ടിട്ടുള്ള ഫോമൈറ്റ്സ് എന്നാണ് അതിന് പറയുന്നത്, ജീവനില്ലാത്ത നിർവീര്യമായിട്ടുള്ള റിമോട്ട് ഹാൻഡിൽസ്, അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നും വരാം. പിന്നെ ഈച്ച പാറ്റ വന്നിരുന്നിട്ടുള്ള ആഹാരം കഴിക്കുകയാണ്, വെള്ളം കുടിക്കുകയാണെങ്കിലും ഷിഗല്ല രോഗം പകരാം. മാം, ഇത് കേൾക്കുമ്പോൾ പലർക്കും ഉണ്ട്, ഇത് മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന ഒരു അണു തന്നെയാണോ? ഇപ്പം എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു ഔട്ട്ബ്രേക്ക് പോലെ പെട്ടെന്ന് ഷിഗല്ല അതിൻ്റെ ഒരു പാനിക് ആവുന്നു? ഇത് മുന്നേ ഉണ്ടായിരുന്ന കേസ് തന്നെയാണോ? മുന്നേ ഉണ്ടായിരുന്ന കേസ് തന്നെയാണ് എല്ലാ തവണയും. പക്ഷേ ഈ പ്രാവശ്യം കുറച്ചും കൂടെ കേസ് നിർണയം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം ഇപ്പോൾ ഷിഗല്ല രോഗം നമ്മൾ കോവിഡ് രോഗത്ത് പറയുന്ന പോലെ ഭൂരിഭാഗം രോഗങ്ങളും മൈൽഡാണ്. വയറിളക്കം വരുമ്പോൾ നമ്മൾ സാധാരണ ചികിത്സിക്കാൻ പറയുന്നത് ORS കുടിക്കും, വീട്ടിലുണ്ടാക്കുന്ന വൃത്തിയുള്ള ആഹാരം, പുഴുങ്ങിയിട്ടുള്ള ആവിയിൽ വെന്ത ആഹാരം കഴിക്കും, 5-6 ദിവസം കൊണ്ട് അതങ്ങ് ശരിയാവും. ഷിഗല്ല രോഗവും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഷിഗല്ല അണുവിന് പല തരം ഷിഗല്ല അണുക്കളുണ്ട്. 4 തരം ഷിഗല്ല അണുക്കളുണ്ട്. അതിൽ ഒരു തരം ഷിഗല്ല ഡിസെൻട്രിയെ എന്ന് പറയുന്ന സബ് ടൈപ്പ് വെച്ചാണ് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതെങ്കിൽ അതിന് കുറച്ചും കൂടെ ഇൻവേഡ് ചെയ്ത് ആക്രമിച്ച് കുടൽ കഴിഞ്ഞും രക്തത്തിലോട്ട് കടക്കാനായിട്ടുള്ള ത്രാണിയുണ്ട്. കൂടാതെ അതൊരു പോയിസൺ കൂടി ഉണ്ടാക്കും, അതൊരു ടോക്സിൻ, ഒരു കെമിക്കൽ കൂടി ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു അണു തന്നെ
രക്തത്തിലോട്ട് കടക്കുന്നു എന്നുള്ളത്. പിന്നെ അതുകൂടാതെ ഒരു പോയിസൺ, ഒരു ടോക്സിൻ ഉണ്ടാക്കി ആ ടോക്സിനും സെൽസിന് രക്തത്തിലോട്ട് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രക്തധമനികളെ തന്നെ കേടുവരുത്തും. അല്ലെങ്കിൽ സെൽസ് RBCസിനെയും പ്ലേറ്റ്ലെറ്റിനെയൊക്കെ നശിപ്പിക്കാൻ തുടങ്ങും. അങ്ങനത്തെ ഒരു അവസരത്തിൽ നമുക്ക് ക്ലോട്ടിങ്, ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ടാകും. കിഡ്നിയിൽ ബ്ലഡ് വെസൽസിനെ ഈ ടോക്സിൻ ബാധിച്ചു കഴിഞ്ഞാൽ കിഡ്നി പ്രവർത്തനരഹിതമാവും. അപ്പം ശരീരത്തിൽ വേസ്റ്റ്, വെള്ളം കെട്ടാൻ തുടങ്ങും, നീര് വയ്ക്കാൻ തുടങ്ങും, ശ്വാസം മുട്ടൽ വരാൻ തുടങ്ങും. അപ്പോൾ ഈ ടോക്സിൻ ഉണ്ടാക്കുന്ന തരം ഷിഗല്ലയാണ് പിടിപെട്ടിരിക്കുന്നത് എങ്കിൽ ഓൾറെഡി പിന്നെ നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുത്താലും കാര്യമില്ല. എന്ന് വെച്ചാൽ ഓൾറെഡി ഇത് ടോക്സിൻ ഉണ്ടാക്കി, കുടലിൽ നിന്ന് തന്നെ ടോക്സിൻ കയറി ഡാമേജ് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ അങ്ങനത്തെ അവസരങ്ങളിൽ മരണം സംഭവിക്കാനുള്ള സാധ്യത നോട്ട് റിയലി പ്രിവെൻറ്റബിൾ. ഓൾ ഷിഗല്ല ഡെത്ത്സ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ഈ തരം ടോക്സിൻ ഓൾറെഡി ശരീരത്തിൻ്റെ അകത്ത് കയറിപ്പോയി എങ്കിൽ സപ്പോർട്ടീവ് കെയർ ആണ്. പിന്നെ നമ്മൾ കിഡ്നിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഡയാലിസിസ്, വേണമെന്നുണ്ടെങ്കിൽ BP സപ്പോർട്ട് ചെയ്യാനായിട്ട്, പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു പോയാൽ പ്ലേറ്റ്ലെറ്റ് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫ്യൂഷൻ, അങ്ങനെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് ശരിയാക്കാൻ പറ്റും. എന്നാലും ഹോസ്റ്റിൻ്റെ ഒരു ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ആ രോഗിയുടെ പിടിച്ചു നിൽക്കാനുള്ള ശേഷിയും അണുവിൻ്റെ ശക്തിയും, കുടലിൽ കൂടെ കയറുന്ന ഷിഗല്ല അണു അവിടെയും പെരുകുന്നുണ്ടല്ലോ. അപ്പോൾ ആ കുടലിനെയും നല്ല രീതിയിൽ ഡാമേജ് ചെയ്യും. അപ്പോൾ കുടലങ്ങ് വികസിച്ച് ലൂസായി പോയി എന്നുണ്ടെങ്കിൽ കുടലിൽ പെർഫറേഷൻ, ദ്വാരം വീഴുകയാണെന്നുണ്ടെങ്കിൽ വയറിൽ മുഴുവനും ഈ മലിനമായിട്ടുള്ള മലം സ്പ്രെഡ് ചെയ്യല്ലേ. അപ്പോൾ അതും ഒരു കോസ് ഓഫ് സീരിയസ് ആകാനായിട്ടും മരണം സംഭവിക്കാനായിട്ടുള്ളത്. ആ കോളോൺ, നമ്മളുടെ കുടൽ തന്നെ അങ്ങ് അയഞ്ഞു പോയി, ടോക്സിക് മെഗാ കോളോൺ എന്നാണ് അതിന് പറയുന്നത്. അതങ്ങ് അയഞ്ഞു പോയി ബലമില്ലാതെ ആയിക്കഴിഞ്ഞാൽ പെർഫറേറ്റ്, അത് ദ്വാരം വീണ് കഴിഞ്ഞാൽ പിന്നെ സർജറിയൊക്കെ വേണ്ടി വരും. ഈ ഒരു അവസ്ഥയിൽ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. ടോക്സിൻ ഉണ്ടാക്കിയാലും പാടാണ്. പിന്നെ നിർജ്ജലീകരണം, വയറിളക്കം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ 2-3 മണിക്കൂറിൽ ഒരു 1/4 ഗ്ലാസ് 50 ml മലം പോകുന്നതാണ് കോമൺ ആയിട്ട്, മൈൽഡാണ് ഡയറിയ. പക്ഷേ എല്ലാ മണിക്കൂറിലും 1 ഗ്ലാസും 2 ഗ്ലാസും വെച്ച് കഞ്ഞിവെള്ളം പോലെ അങ്ങ് മലം പോകുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ ഫ്യൂ അവേഴ്സ് കുട്ടിയും രോഗി ഡീഹൈഡ്രേറ്റഡ് ആയിപ്പോവും. ഇപ്പോൾ കുടിക്കാൻ അതിൻ്റെ കൂടെ ഛർദിലും വരും. അപ്പോൾ ഛർദ്ദിക്കുകയും ചെയ്യുന്നു, മലവും പോകുന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ജലത്തിൻ്റെ അംശം കുറഞ്ഞിട്ടും മരണം സംഭവിക്കാം. ഇതാണ് 3 മെയിൻ റീസൺസ്. ഒന്ന് ഈ ടോക്സിൻ പ്രൊഡക്ഷൻ കാരണം ശരീരത്തിൽ കിഡ്നി ഡാമേജ് ഉണ്ടാക്കാം, ബാക്കി ബ്ലഡ് വെസൽ ഡാമേജ് ഉണ്ടാക്കാം. 2 നിർജ്ജലീകരണം കാണുക, ഡീഹൈഡ്രേഷൻ. അതിന് അറ്റ്ലീസ്റ്റ് ട്രീറ്റബിൾ, നമ്മൾ ധാരാളം തിരിച്ച് ഡ്രിപ്പൊക്കെ വെള്ളവും കുടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഹോസ്പിറ്റൽ സമയത്തിന് ചെന്ന് കഴിഞ്ഞാൽ, ക്ഷീണമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഡ്രിപ്പിട്ട് നമുക്ക് സംരക്ഷിക്കാം. പിന്നെ സപ്പോർട്ടീവ് കെയർ ആണ്. ഷിഗല്ല കയറി കഴിഞ്ഞിട്ടുണ്ട്, കുടലിൽ കയറിയപ്പോഴേ നമുക്ക് ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് നശിപ്പിക്കാമെങ്കിൽ ദാറ്റ് വുഡ് ബി ഐഡിയൽ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എങ്ങനെ അറിയും എന്നുള്ളതാണ്. അതെ മാം, അതാണ് ഇനി അറിയാനുള്ളത്. നമുക്ക് പലർക്കും ചിലപ്പോൾ ഒരു ധാരണ ഉണ്ടാവും, ഇതൊരു സാധാരണ വയറിളക്കാണ്, ഒന്ന് നമുക്ക് വീട്ടിലൊക്കെ തന്നെ നോക്കാം എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു റെഡ് ഫ്ലാഗ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ കണ്ടാൽ നിങ്ങളൊരു ഡോക്ടറെ കാണണം, മേ ബി നിങ്ങൾക്ക് ഷിഗല്ല ആവാം എന്നുള്ളത് പറയാൻ നമുക്ക് എന്തൊക്കെ പറ്റും? കോമൺ സിംറ്റംസ്: പനി, വയറുവേദന, ഛർദിൽ, വയറിളക്കം. നല്ല വെള്ളം പോലെ തന്നെ മലം പോവും, മലത്തിൻ്റെ അംശവും കാണാം. അതിൽ കാഴ്ചയ്ക്ക് നമുക്ക് ബ്ലഡ് കാണാമെങ്കിൽ, റെഡ് കളറിൽ ഡോട്ട്സ് ആയിട്ടോ സ്ട്രീക്സ് ആയിട്ടോ ക്ലോട്ട്സ് ആയിട്ടോ എങ്ങനെയാണെങ്കിലും ബ്ലഡ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് സൈൻ. ഇപ്പോൾ വയറിളക്കം ഏതൊരു വയറിളക്കവും ആകാം, പക്ഷേ ബ്ലഡ്, ഈ ഒരു സാഹചര്യത്തിൽ ബ്ലഡ് മോഷനിൽ കാഴ്ചയ്ക്ക് കാണാം, വെറും നേക്കഡ് ഐ വെച്ച് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കണം, ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യണം. അതിപ്പം ഛർദിലില്ല, കുഞ്ഞിന് ഡീഹൈഡ്രേഷൻ ഇല്ല. ഡീഹൈഡ്രേഷൻ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നമ്പർ 1, നമ്മുടെ ശരീരത്തിൽ വെള്ളം കുറയുകയാണെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കണം. അപ്പോൾ ദാഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡീഹൈഡ്രേഷൻ തുടങ്ങിക്കഴിഞ്ഞു. ഇനി രണ്ടാമത്തത് ക്ഷീണം. ഇപ്പോൾ ദാഹം, നമുക്ക് വെള്ളം കുടിച്ചിട്ട് മതിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടി കിടക്കാൻ തുടങ്ങും, ക്ഷീണം തുടങ്ങും. മൂന്നാമത്തത് ബോഡി കൺസേർവ് ചെയ്യാൻ നോക്കും ഉള്ള വെള്ളം, അപ്പോൾ മൂത്രം കുറയും. അപ്പോൾ വെള്ളം മലത്തിലൂടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വയറിളക്കം ഉള്ളൊരു കുട്ടിക്ക് ദാഹം കൂടുന്നു, ക്ഷീണം കൂടുന്നു, മൂത്രം കുറയുന്നു എന്നുണ്ടെങ്കിൽ അത് ഡീഹൈഡ്രേഷൻ തുടങ്ങിക്കഴിഞ്ഞ്. നമ്മൾ വീട്ടിൽ വെച്ച് വെള്ളം കുടിച്ചിട്ട് ശരിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂറിനകത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തണം. അപ്പോൾ ടയേർഡ്നെസ്, നോട്ട് ഡ്രിങ്കിങ്, ഇപ്പം തീരെ ടയേർഡാണെങ്കിൽ കുടിക്കുകയില്ല. ഇപ്പോൾ ക്ഷീണം കൂടുന്നു, മലം പോയിക്കൊണ്ടേയിരിക്കുന്നു, കുടിക്കുന്നും കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോകണം. കുടിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ആവശ്യത്തിന്, വെയിറ്റ് അനുസരിച്ച് ആവശ്യത്തിന് ORSും കഞ്ഞിവെള്ളം കുടിക്കുകയാണെങ്കിൽ ഒരു 3-4 അവേഴ്സിനകത്ത് കറക്റ്റഡ് ആവണം. പക്ഷേ അതൊക്കെ ഇൻ ഹോസ്പിറ്റൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതാണ് നല്ലത്. ഛർദ്ദിക്കാത്ത കുട്ടിക്ക് വായിക്കൂടെ ഫ്ലൂയിഡ്സ് മതി. ഉപ്പ്, പഞ്ചസാരയുള്ള വെള്ളമാണ് ORS. കഞ്ഞി വെള്ളത്തിൽ ഉപ്പിട്ടത്, കരിക്കിൻ വെള്ളം, നാരങ്ങ വെള്ളത്തിൽ ഉപ്പും പഞ്ചസാര ഇട്ടതെല്ലാം റീഹൈഡ്രേറ്റിംഗ് ഫ്ലൂയിഡായിട്ട് നല്ലതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഹോസ്പിറ്റൽ എന്തായാലും പോകണം എന്ന് പറയുന്നത്, ബ്ലഡ് ഇൻ മോഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പോകണം. ടയേർഡ്നെസ്, റെഡ്യൂസ്ഡ് യൂറിൻ ഔട്ട്പുട്ട്, നോട്ട് ഡ്രിങ്കിങ്, അല്ലെങ്കിൽ ഒരുപാട് മലം, കുടിക്കാൻ പറ്റുന്നതിനെക്കാട്ടിയും കൂടുതൽ മലം പോവുകയാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോകണം. പിന്നെ കഠിനമായിട്ടുള്ള വയറുവേദന, ഹൈ ഫീവർ,
ഇതൊക്കെ ആൻറ്റിബയോട്ടിക്സ് തുടങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഹൈ ഫീവറും നല്ല കഠിനമായിട്ടുള്ള കഠിനമായിട്ടുള്ള വയറുവേദന കുട്ടിക്ക് കുടിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഡീഹൈഡ്രേഷൻ്റെ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് എന്തായാലും ഈ ഡേഞ്ചർ സൈൻസ് ഹൈ ഫീവർ, നല്ല വയറുവേദന കൂടുന്നുണ്ട്, ഛർദ്ദിക്കാൻ തുടങ്ങി, വെള്ളം കുടിക്കുന്നത് പോരാ, ക്ഷീണം കൂടുന്നു, മൂത്രം കുറയുന്നു, മലത്തിൽ രക്തം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം. അല്ലാത്ത പക്ഷം ഉള്ളി ഡയറിയ ഒരു 2-3 മണിക്കൂറിൽ വെള്ളം പോലെ മലം പോകുന്നു. മലം പോകുന്നതിന് മുമ്പ് ഒരു വയറുവേദനയുണ്ട്, പക്ഷേ ബാത്റൂം പോയി കഴിയുമ്പോഴത്തേക്കും വയറുവേദന ഓക്കെ. കൺട്രോൾഡ് ആണ്, എണീറ്റിരിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നു, കുറച്ച് കട്ടിയുള്ള ആഹാരവും കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഷിഗല്ലേ ഒരു മൈൽഡ് ഇൻഫെക്ഷൻ ആകാം. 3 ഡേയ്സ് 5 ഡേയ്സിൻ്റെ അകത്ത് അത് സെറ്റിൽ ചെയ്യും. അപ്പോൾ അതും ഒരു 5 ഡേയ്സ് എടുക്കും ശരിയാകാനായിട്ട്. അതിനുവേണ്ടി ഉടനെ ആശുപത്രിയിൽ പോകണ്ട. ഡേഞ്ചർ സൈൻസ് ഉണ്ടെങ്കിൽ എന്തായാലും പോകണം. മാം ഇത് പറയുമ്പോൾ മാം ഒരു പീഡിയാട്രീഷ്യൻ കൂടി ആയതുകൊണ്ടാണ് കുഞ്ഞുങ്ങളിൽ അല്ലെങ്കിൽ പ്രഗ്നന്റ് ലേഡീസിൽ ഇവർക്കൊക്കെ കുറച്ചുകൂടി ഒരു സാധ്യത കൂടുതലാണ്, റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലാണെന്ന് പറയാൻ പറ്റുമോ ശരിക്കും? ആണ്. ഹോസ്റ്റ് ഫാക്ടേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഷിഗല്ല ഡിസെൻട്രി ആ സബ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ കോളോണിനെ ബാധിക്കും, കുടലിനെ ബാധിക്കും, മറ്റേ ടോക്സിൻ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു. രണ്ടാമത് ഈ അണുവിനെ പ്രതിരോധിക്കേണ്ടത് ഹോസ്റ്റിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിലും പ്രഗ്നൻറ്റ് വിമൻ ആണെങ്കിലും അവരുടെ ഇമ്മ്യൂണിറ്റി കുറച്ച് കുറഞ്ഞ, സെയിം വേ നമ്മളിപ്പം ക്യാൻസർ പേഷ്യൻസ് ആണ്, പ്രായം കൂടിയവർ, ഒരു 72-75 വയസ്സിന് മേലെ പ്രായമുള്ളവർ, മറ്റ് മരുന്നുകൾ ഉപയോഗിക്കുന്നവർ, ഇപ്പം സ്റ്റീറോയിഡ്സ് ആണെങ്കിലും ആൻറ്റി ക്യാൻസർ ഡ്രഗ്സ് ആണെങ്കിലും ഡയാലിസിസ് ചെയ്യുന്ന, കിഡ്നി ഡിസീസിന് വേണ്ടി ഡയാലിസിസ് ചെയ്യുന്നത്, അവരൊക്കെ വീക്ക് ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ളവരാണ്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർക്ക് ഈവൻ മൈൽഡ് ഷിഗല്ല പെട്ടെന്ന് അങ്ങ് കൂടി കുടലിനെയും ശരീരത്തിലേക്കും ബാധിക്കാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ പ്രഗ്നൻറ്റ് വിമൻ ആൻഡ് ചിൽഡ്രൻ എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യമേ ഒന്ന് കാണിക്കുന്നതിൽ തെറ്റില്ല. മാം ഈ കുഞ്ഞുങ്ങളുടെ കാര്യം കൂടി ഇൻവോൾവ് ആയതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ നമ്മൾ പുറത്ത് പോയി ജ്യൂസ് കുടിക്കുന്നു, നാരങ്ങ വെള്ളം കുടിക്കുന്നു, ഇതൊക്കെ നമ്മൾ കോമൺ ആയി ചെയ്തിരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു സംശയമുണ്ട്, ഇതൊക്കെ അരുതുകളാണോ, ചെയ്യാമോ, എന്തൊക്കെ ചെയ്യാം പാടില്ല, അങ്ങനെ പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഷിഗല്ല അല്ലെങ്കിൽ ഏതൊരു വയറിളക്കവും സ്പ്രെഡ് ചെയ്യുന്നത് വായിൽ കൂടെയാണ്. അപ്പോൾ നമ്മുടെ ഫുഡാകാം, നമ്മൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളമാകാം, നമ്മുടെ വിരലുകൾ, ഹാൻഡ് ഹൈജീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഫുഡ് ആൻഡ് വാട്ടർ ക്ലീൻ ആയിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് നമ്മൾ എന്തായാലും ക്ലീനാണ്. അപ്പോൾ തിളപ്പിച്ച് ആറ്റിയ വെള്ളം ശരിക്കും വന്നതിന് ശേഷം തീ താഴ്ത്തി ഒരു 5 more minutes ചെറിയ കിടക്കണം. അതാണ് തിളപ്പിച്ച വെള്ളം. ചൂടുവെള്ളം എന്നല്ല നമ്മൾ പറയുന്നത്, തിളപ്പിച്ച വെള്ളമാണ്. ഇതും 24 hours നമ്മൾ തിളപ്പിക്കാവും. നമുക്ക് 2 ദിവസത്തേക്ക് ഒരുമിച്ച് ഞാനൊക്കെ വീട്ടിൽ 2 ദിവസത്തേക്ക് തിളപ്പിച്ച് വെക്കാറുണ്ട്. അപ്പോൾ അത് ശരിക്കും ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ തിളപ്പിക്കുന്നതുകൊണ്ട് എല്ലാ ബാക്ടീരിയ നശിക്കണമെന്നില്ല. ചെറുത്ത് നിൽക്കും 5-6 പേര്, അവർ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും പിന്നെ എണ്ണത്തിൽ കൂടും, സ്ലോലി അവരുടെ എണ്ണം കൂടും. അതുകൊണ്ട് റെക്കമെൻഡഡ് ശരിക്കും 1 day ആണ്. അടച്ചൊക്കെ സൂക്ഷിച്ച് വെക്കാന്നുണ്ടെങ്കിൽ മേ ബി 2 days കുഴപ്പമില്ലായിരിക്കും. പക്ഷേ റെക്കമെൻഡേഷൻ ഇസ് ബോയിൽഡ് വാട്ടർ കെപ്റ്റ് ഫോർ 1 day. അപ്പോൾ ഈ നമ്മൾ പുറത്തുനിന്ന് വെള്ളം കുടിക്കുന്നതിന് കുഴപ്പമില്ല, നമുക്കൊരു വിശ്വാസം വേണം ദാറ്റ് ദിസ് ഇസ് ക്ലീൻ വാട്ടർ, ഇത് കണ്ടാമിനേറ്റഡ് അല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിൽ ഈ പുറത്തുനിന്ന് കുടിക്കുന്നതിനും കുഴപ്പമില്ല. ഇപ്പം നാരങ്ങ പിഴിയാനാണെങ്കിലും ചാലയിൽ നാരങ്ങ കിടക്കുന്ന ചാലയുടെ തറയിലാണ് കിടക്കുന്നത്. അപ്പം നമ്മളത് വീട്ടിൽ കൊണ്ടുവന്നാൽ ശരിക്കും കഴുകി വേണം നമ്മൾ തിരിച്ച് ഫ്രിഡ്ജിലോട്ട് കയറ്റാൻ. അത് കഴിഞ്ഞ് നമ്മുടെ കൈയും കഴുകണം. അപ്പോൾ കഴുകിയ നാരങ്ങ വെച്ച് ക്ലീൻ വാട്ടർ, കണ്ടാമിനേറ്റഡ് അല്ലാത്ത വെള്ളത്തിൽ കലക്കി കുടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത് എവിടെ നിന്ന് കുടിക്കുന്നു എന്നുള്ളതിനെ കാട്ടി അതിൻ്റെ അകത്തുള്ള ആ വെള്ളം ക്ലീൻ ആണോ എന്നുള്ളതാണ്. അപ്പം നമുക്ക് വിശ്വാസമുള്ള സ്ഥലത്ത്, അപ്പം നമുക്ക് പുറത്തുനിന്നുള്ള ആഹാരം നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. പക്ഷേ അങ്ങനെയും പറയാനില്ല. ഇപ്പം നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും, എപ്പോഴും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതിനുള്ളത് ക്ലീൻ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ മാം, അതുപോലെ പാരൻസിനോട് മാം ശരിക്കും കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കൂ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്തൊക്കെയാണ് ശരിക്കും അഡ്വൈസ് ചെയ്യാറുള്ളത്? ഒരു ഡയറിയ പ്രിവെൻഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാൻഡ് ഹൈജീൻ കൂടി നല്ലപോലെ ശ്രദ്ധിക്കണം. നമ്മൾ വാഷ്റൂം ഉപയോഗിച്ചാലും കുഞ്ഞിൻ്റെ വാഷ്റൂം ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ കഴുകി കൊടുക്കുന്നുണ്ട്, ഡയപ്പർ ഡിസ്പോസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡയപ്പറൊക്കെ സേഫായിട്ട് തന്നെ ഡിസ്പോസ് ചെയ്യണം. നമ്മൾ അതിനെ ചുരുട്ടിക്കൂട്ടി മണ്ണിലിട്ടിട്ട് പിന്നെ കുറച്ച് മഴ മാറിയതിന് ശേഷം നമുക്ക് കത്തിക്കാം എന്നൊക്കെ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴത്തേക്കും ആ അണുക്കളൊക്കെ മണ്ണിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അത് പരിസരത്തും കുറേ നാൾ ജീവിക്കും ഈ ഷിഗല്ല. പിന്നെ ഏതാനും 10 അണുക്കൾ മതി. ഈ കൊച്ചു മൈക്രോസ്കോപ്പിക് ബാക്ടീരിയ 10 എണ്ണം നമ്മുടെ വയറ്റിൽ ചെന്നാൽ മതി, അതിന് വയറ്റിൽ ആസിഡ് ചേർത്ത് നിൽക്കാനുള്ള ശേഷിയുണ്ട്, അത് കുടലിലെത്തിയിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ. ഇൻഫെക്റ്റീവ് ഡോസ് വളരെ ചെറുതാണ് ഷിഗല്ലയുടെ. അതുകൊണ്ട് ഈ പറയുന്ന ഫോണിലും ടാപ്പിലും ഫ്ലഷിൻ്റെ ഹാൻഡിലും പിടിച്ച
നമ്മുടെ കയ്യിൽ എത്ര പറ്റാനാണോ, അതെ. കാണാൻ പോലും ഇല്ല. എന്നാൽ പോലും ഇത് സ്പ്രെഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഹാൻഡ് ഹൈജീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോപ്പ് വെച്ച് തന്നെ കഴുകണം. വെറുതെ കൈ കാണിച്ചിട്ട് വെള്ളത്തിൽ കാണിച്ചിട്ട് കാര്യമില്ല. നമ്മൾ സോപ്പ് വെച്ച് എല്ലാ സർഫസസ് ഫിംഗർ ടിപ്സ് ഒക്കെ നല്ലോണം കഴുകിയാൽ മാത്രമേ നമ്മളുടെ കയ്യിലുള്ള ഷിഗല്ല അണുക്കൾ മാറും. പിന്നെ നമുക്ക് എങ്ങാനും അസുഖമാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഫാമിലിക്ക് വേണ്ടി കുക്ക് ചെയ്യാതിരിക്കുക. വേറെ വേറെ എന്തെങ്കിലും രീതിയിൽ നമ്മളൊരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കണം. എന്ന് വെച്ചാൽ എത്രയൊക്കെ വൃത്തിയാക്കിയാലും സ്പ്രെഡിൻ്റെ ചാൻസസ് കൂടുതലാണ്. കുഞ്ഞിനെ നോക്കുന്നെങ്കിൽ പോലും നമ്മൾ കൈകൾ വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആൾക്കും കൂടെ പകരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ഉള്ളത് കുടിക്കുന്ന വെള്ളമാണ്. അപ്പോൾ സ്കൂളിൽ പോയി നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കുന്നത്, ഈ കിണറിൻ്റെ വെള്ളം എന്ന് പറയുന്നത് നമുക്കത് ശുചീകരിക്കാം എല്ലാം ആണെങ്കിൽ പോലും ഇപ്പോഴും ഓവർ ക്രൗഡിങ് ആണ്. എല്ലാ വീടുകളിലും അതെ. എല്ലാം അടുത്തടുത്താകുമ്പോഴത്തേക്കും നമുക്ക് വെള്ളത്തിൻ്റെ സോഴ്സും നമ്മളുടെ സെപ്റ്റിക് ടാങ്കും അങ്ങനത്തെ മലത്തിൻ്റെ ഒരു സൂവേജുമായിട്ടുള്ളൊരു കണക്ഷൻ. മിക്സിങ് കണക്ഷൻ വരാൻ വളരെ, പ്രത്യേകിച്ച് നല്ല സ്ട്രോങ് മഴ വരുമ്പോഴത്തേക്കും എല്ലാ വെള്ളവും കൂടെ അങ്ങ് അടിയിൽ ഒരുമിച്ച് മിക്സ് ആവാനുള്ള ഓക്കെ. ചാൻസസും കൂടുതലാണ്. അതാണ് ഒരു റീസൺ ഈ മഴക്കാലത്ത് വയറിളക്കം കൂടുന്നതിൻ്റെ. അപ്പം ഈ മഴവെള്ളവും കൂടെ വരുമ്പോഴത്തേക്കും എല്ലാം കൂടെ ഒരു മിക്സിങ് വരുന്നതും കൂടെ കൊണ്ടാണ് അപ്പോൾ ഓവർ ക്രൗഡിങ് ഉള്ള സ്ഥലങ്ങളിൽ ഈ വയറിളക്കം വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പൊതുവേ വൃത്തി, കുട്ടികൾ വൃത്തി, നമുക്കങ്ങനെ അവർ കൈ കഴുകുന്നത് അവരെല്ലാം വായിൽ വെക്കുകയും എല്ലാം ചെയ്യും. അതുകൊണ്ടും അവർക്ക് വയറിളക്കം ചാൻസസ് കൂടുതലാണ്. അപ്പം മാതാപിതാക്കൾ പറയുന്നത്, ഒന്ന് അവരുടെ കൈകൾ ശുചിയായിട്ട് സൂക്ഷിക്കുക. കുഞ്ഞുങ്ങളെയും ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കൈ സോപ്പിട്ട് കഴുകാനായിട്ട് നമ്മൾ ശീലിപ്പിക്കണം. വൃത്തിയുള്ള വെള്ളം മാത്രമേ കുടിക്കാവൂ എന്നുള്ളത് നമ്മൾ ആദ്യം മുതലേ നമുക്ക് പഠിപ്പിക്കാം. ഭക്ഷണവും നമ്മൾ രാവിലെ ഉണ്ടാക്കി രാത്രി വരെ തുറന്നിരുന്ന്, ഇടയിൽ കുറേ നേരം തുറന്നിരുന്നു, അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ നമ്മൾ ഫെയറും ഒക്കെ പോകുമ്പോഴത്തേക്കും തുറന്നിരിക്കുന്ന ആഹാരം കഴിയുന്നതും വാങ്ങാതെ ഫ്രഷായിട്ട് കുക്ക് ചെയ്ത ആഹാരം വാങ്ങിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മെയിൻലി ഓൺ ക്ലെൻലിനെസ് ഓഫ് ഹാൻഡ്സ്, ക്ലെൻലിനെസ് ഓഫ് ഫുഡ്, ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനം. ഫുഡ് ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ. ഓക്കെ. മാം, ഇത് പറയുമ്പോഴും ഈ നോർമൽ ഡയറിയ, ഷിഗല്ല മൂലമുണ്ടാകുന്ന ഡയറിയ, ഇവ തമ്മിൽ വ്യത്യാസപ്പെട്ടിട്ടുണ്ടോ ശരിക്കും? അല്ല, ഇത് തിരിച്ചറിയാൻ ഭയങ്കര ഡിഫിക്കൾട്ടാണ്. മൈൽഡ് ഡയറിയ നമ്മൾ പറഞ്ഞു, ഇത് രണ്ടും നമ്മൾ തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പോൾ വൈറൽ ഡയറിയാണോ ഷിഗല്ല ഡയറിയാണോ എന്നൊന്നും നമ്മളിപ്പോൾ ഹിസ്റ്ററി വെച്ച് പറയാൻ പാടാണ്. പക്ഷേ പൊതുവേ സംസാരിക്കുകയാണെങ്കിൽ കഠിനമായിട്ടുള്ള വയറുവേദനയും മലത്തിൽ രക്തവും ഹൈ ഫീവറും ഷിഗല്ലയുടെ ചാൻസസ് കൂടുതലാണ്. ഓക്കെ. മലത്തിൽ രക്തം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് കുടലിലൊരു വ്രണമുണ്ട്, ഒരു മുറിവുണ്ടായെങ്കിൽ മാത്രമേ ബ്ലഡ് വരൂ. അതിൽ ഒരു ആൻറ്റിബയോട്ടിക് ഇൻഡിക്കേറ്റഡ് ആണ്. നമുക്കൊരു ആൻറ്റിബയോട്ടിക് തുടങ്ങണം. ആൻറ്റിബയോട്ടിക് എന്ന് പറയുമ്പോൾ പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന സാധാരണ ആൻറ്റിബയോട്ടിക്സിനൊക്കെ ഇപ്പം ഷിഗല്ല കുറച്ച് അതെ, റെസിസ്റ്റൻ്റ് ആണ്. ചോദിക്കാൻ വരുമായിരുന്നു. അപ്പം നമുക്ക് ഇപ്പോൾ ഒരു സെക്കൻഡ് ലെവൽ ആൻറ്റിബയോട്ടിക്കാണ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും നമ്മളൊരു 2 days, ഇപ്പോൾ ഛർദിലില്ല, ഡീഹൈഡ്രേഷൻ ഇല്ല, ടയേർഡ്നെസ് ഇല്ല, ഇത് രണ്ടുമാണ് നമ്മൾ അഡ്മിഷൻ. ഇപ്പോൾ ഛർദിലും ഉണ്ട്, ടയേർഡ്നെസ് ഉണ്ട്, ബ്ലഡ് ഇൻ മോഷൻ അഡ്മിഷൻ, ഒരു ഡൗട്ടില്ല. ഇപ്പോൾ ടയേർഡ്നെസ്സും ഇല്ല, നമ്മൾ കുഞ്ഞ് ഛർദിക്കുന്നില്ല, അതായത് മരുന്ന് കൊടുത്താൽ തങ്ങും, വായിക്കൂടെ മരുന്ന് കൊടുത്താൽ ഛർദിക്കാത്തൊരു കുട്ടിയാണെങ്കിൽ നമുക്ക് OPയിൽ നിന്ന് വീട്ടിൽ പോയി മരുന്ന് കുടിക്കാനായിട്ട് ഓറൽ മെഡിസിൻസ് നമുക്ക് ട്രൈ ചെയ്യാം. പക്ഷേ 2 days, 48 മണിക്കൂറിൻ്റെ അകത്ത് മലത്തിലെ രക്തവും ഡിസപ്പിയർ ചെയ്യണം, പനിയും മാറണം. അല്ലാത്ത പക്ഷം അത് ഇഞ്ചക്ഷൻ ആകുന്ന, അഡ്മിറ്റ് ചെയ്യുന്നതാണ് ബെറ്റർ. ഓക്കെ. ഇപ്പം വീട്ടിൽ പോയിട്ട് മരുന്ന് തങ്ങുന്നില്ല, കം ബാക്ക് ഫോർ അഡ്മിഷൻ. ക്ഷീണം കൂടുകയാണ്, കം ബാക്ക് ഫോർ അഡ്മിഷൻ. 2 ദിവസം ഒന്നുമില്ല, ക്ഷീണവും ഇല്ല, പക്ഷേ മലത്തിൽ രക്തം 3-ാം ദിവസം, അതായത് ഒരു ദിവസം, അടുത്ത ദിവസം, അതിൻ്റെ അടുത്ത ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വർക്ക് ചെയ്യുന്നില്ല, ഓറൽ ആൻറ്റിബയോട്ടിക് വർക്ക് ചെയ്യുന്നില്ല, നമ്മൾ ഇഞ്ചക്റ്റബിൾ ആൻറ്റിബയോട്ടിക് തന്നെ പോകണം. ഓക്കെ. അപ്പോൾ ആ പ്രൈമറി ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫസ്റ്റ് ലെവൽ ആൻറ്റിബയോട്ടിക്സിന് പൊതുവേ, അത് ഈ ഔട്ട് ബ്രേക്ക് എന്നല്ല, പൊതുവേ ഈ അണുക്കളെല്ലാം ഒന്ന് റെസിസ്റ്റൻ്റ് ആയി വരുന്നുണ്ട്. അതെ, ആൾക്കാർ ഇപ്പോൾ ഏറ്റവും ഭയപ്പെടുന്ന അതാണ്. ഇപ്പോൾ ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ പോലും ഷിഗല്ല പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ബാക്ടീരിയ അത്രയ്ക്കും ശക്തി പ്രാപിച്ചിട്ടുണ്ട്, അപ്പോൾ ഇനിയിപ്പോൾ മരുന്നില്ലാത്തൊരവസ്ഥയിലേക്ക് പോവാണ് എന്നൊക്കെ പറയുന്നത് ശരിയാണോ ശരിക്കും? അതൊരു പൊതുവേ ഉള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് കൂടി തന്നെയാണ് വരുന്നത്. പുതിയ ആൻറ്റിബയോട്ടിക്സ് നമ്മൾ കണ്ടുപിടിക്കുന്നതും കുറവാണ്. ഉള്ള ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിച്ച് അണുവിന് ചെറുത്ത് നിൽക്കാനുള്ള ശേഷിയും കൂടുതലാണ്. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഈസ് ഇൻക്രീസിങ്. പക്ഷേ ഈ പ്രാവശ്യം ഷിഗല്ലയ്ക്ക് പ്രത്യേകിച്ച് അത് കൂടിയത് കൊണ്ടല്ല ഈ മരണങ്ങൾ സംഭവിക്കുന്നത് അണുവും ഹോസ്റ്റും തമ്മിലുള്ള ഇൻ്ററാക്ഷനിലുള്ളതാണ്. അപ്പോൾ ഹോസ്റ്റ് വീക്കാണ്, അല്ലെങ്കിൽ അണു സ്ട്രോങ് ആണ്. അണുവിന് ഈ ടോക്സിൻ ഉണ്ടാക്കാനായിട്ടുള്ള, ഈ പോയിസൺ ഉണ്ടാക്കാനുള്ള കഴിവ് ഉള്ള അണുവാണ് നമുക്ക് ചില ആൾക്കാർക്ക് ഇപ്രാവശ്യം പിടിപെട്ടത്. അപ്പോൾ അവരിലാണ് സീരിയസ് ഇൽനെസ്സും ഡെത്തിലോട്ടും പ്രോഗ്രസ് ചെയ്യുന്നത്. അപ്പം നോട്ട് ഓൺലി ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. അപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഡിലേ ചെയ്യിച്ചാലും അത്രയും കൂടെ പോയിസൺ ഉണ്ടാക്കുകയല്ലേ. അപ്പം നമുക്ക് മനസ്സിലാവുന്നത് ടയേർഡ്നെസ്, ഹൈ ഫീവർ, നല്ല വയറുവേദനയാണെങ്കിൽ അപ്പോഴേ നമുക്ക് ആൻറ്റിബയോട്ടിക്
സിക്കാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് അഡ്മിറ്റ് ചെയ്യുന്നതും ആൻറ്റിബയോട്ടിക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെൽ ചൈൽഡ് ആണെന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ആൻറ്റിബയോട്ടിക് ഓറലി സ്റ്റാർട്ട് ചെയ്യുന്നത്. മലത്തിൽ രക്തവും ഇല്ല ക്ഷീണവും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സാധാരണ വയറിളക്കം നമുക്ക് ഒരു ആൻറ്റിബയോട്ടിക്കും ഇല്ലാതെ ORS, ഡീഹൈഡ്രേഷൻ ആണ് ഫസ്റ്റ് റിസ്ക്. അപ്പോൾ ആ ഡീഹൈഡ്രേഷൻ വരാതിരിക്കാനായിട്ട് വെള്ളവും കുടിച്ച് ORSും ഭക്ഷണവും വെച്ച് വീട്ടിൽ നോക്കാം. പക്ഷേ നല്ല ഹൈ ഫീവർ, അബ്ഡോമിനൽ പെയിൻ, ടയർഡ്നെസ് ആണ്, ബ്ലഡും കൂടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ആൻറ്റിബയോട്ടിക് വേണം. അത് IV ആയിട്ട് വേണം, ഇഞ്ചക്ഷനായിട്ട് അഡ്മിറ്റ് ചെയ്ത് വേണമെന്നുള്ളത് ഡോക്ടർ തീരുമാനിക്കട്ടെ. പക്ഷേ ഏർലി ആയിട്ട് നമ്മൾ ഇത് കൂടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ആൻറ്റിബയോട്ടിക് ഇടുകയാണെങ്കിൽ കോഴ്സ് ഓഫ് ഇൽനെസ് ഷോർട്ടായിരിക്കും. മാം അതുപോലെ തന്നെയാണ് ഇത്. എങ്ങനെയാണ് ഇത് ഷിഗല്ലയാണെന്ന് നമ്മൾ സ്ഥിരീകരിക്കുന്നത്? അതിന് എന്ത് ടെസ്റ്റാണുള്ളത് ശരിക്കും? നമ്മൾ മലത്തിൽ ഷിഗല്ല കണ്ടുപിടിക്കുന്നതാണ് ശരിക്കും നമ്മളുടെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. അപ്പം സ്റ്റൂൾ മോഷനെ നമുക്ക് കൾച്ചർ ചെയ്ത് അതിൻ്റെ അകത്ത് ഷിഗല്ല ഗ്രോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. സ്റ്റൂളിൽ നമുക്ക് PCR ടെസ്റ്റ്, നമ്മളുടെ കോഡിന് ഓർമ്മയുണ്ടോ, RT-PCR ചെയ്യുന്ന അതെ അതെ. ആ PCR, അതായത് ഷിഗല്ല അണുവിൻ്റെ ന്യൂക്ലിയസിൻ്റെ അംശങ്ങൾ മലത്തിലുണ്ടോ എന്നുള്ളത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടെസ്റ്റാണ് ഈ PCR. അപ്പോൾ ഇപ്പം ചെയ്യുന്നുണ്ട്. സ്റ്റൂൾ മോഷൻ PCR ചെയ്തും നമുക്ക് സ്ഥിരീകരിക്കാം, മോഷൻ കൾച്ചർ ചെയ്തും സ്ഥിരീകരിക്കാം. മോഷൻ കൾച്ചറിന് 2 days വരും റിസൾട്ട് വരാനായിട്ട്. അതിൻ്റെ അകത്ത് എന്താ ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ചാൽ അണുവിനെ നശിപ്പിക്കാം എന്നുള്ള റിസൾട്ടും കൂടെ വരും അതിൻ്റെ അകത്ത്. PCR-ൻ്റെ റിസൾട്ട് ക്വിക്കറാണ്, ആദ്യത്തെ ദിവസം തന്നെ വരും, അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം തന്നെ വരും. അതിൻ്റെ അകത്ത് നമുക്ക് ഡയഗ്നോസിസ് ക്ലിയർ ആണ്. പക്ഷേ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഉടനെ തുടങ്ങാം. സെൻസിറ്റീവ് എന്ന് നമുക്ക് അറിയാവുന്ന ഒരു സ്ട്രോങ് ആൻറ്റിബയോട്ടിക് നമുക്ക് കൊടുക്കാൻ തുടങ്ങാം. നിർജ്ജലീകരണം, ഇഞ്ചക്ഷനായിട്ട് ഫ്ലൂയിഡ്സ്, കുടിക്കാൻ പറ്റുന്ന കുട്ടിക്ക് ORS. അപ്പോൾ ട്രീറ്റ്മെൻറ്റിന് ഡയഗ്നോസിസ് സ്ഥിരീകരിക്കേണ്ട. പക്ഷേ മോഷൻ ഏതായാലും പോയിക്കൊണ്ടിരിക്കുന്നു. മോഷൻ കൾച്ചറിനും PCR-നും വിട്ടതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. ആൻറ്റിബയോട്ടിക്കും IV ഫ്ലൂയിഡ്സും സ്റ്റാർട്ട് ചെയ്യും, സപ്പോർട്ടും കൊടുക്കണം. ഓക്കെ മാം, ഇതൊക്കെ പറയുമ്പോഴേ ഈ ആൾക്കാർ ഏറ്റവും ഭയപ്പെടാനുള്ളൊരു കാരണം വാർത്തകളിൽ വരുന്നുണ്ട്. ഇപ്പോൾ കാട്ടാക്കട ഇന്ന ബേക്കറിയിൽ നിന്നും പിടിച്ച ജ്യൂസിൽ ഷിഗല്ല സ്ഥിരീകരിച്ചു എന്നൊക്കെ. ഇത്തരം വാർത്തകൾ എങ്ങനെയാണ് ശരിക്കും? ഇതെന്താണ് സ്ഥിരീകരിക്കുക? ഈ കടയിൽ നിന്ന് സ്ഥിരീകരിച്ചു എന്നൊക്കെ പറയുന്നത് അതെങ്ങനെയാണ് ശരിക്കും? അത് നമുക്ക് കൾച്ചർ ചെയ്യാനൊക്കെ. നമ്മൾ കണ്ടാമിനേറ്റഡ് വാട്ടർ അല്ലേ, ഇപ്പം സ്കൂളിലുള്ള കിണറ്റിലെ വെള്ളത്തിൽ അവർ ആക്ച്വലി വാട്ടർ സാമ്പിൾ കൾച്ചർ ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഷിഗല്ല ഉണ്ടായിരുന്നു. അപ്പോൾ അത് എവിടെ നിന്ന് വന്നു എന്നുള്ളത് നോക്കുമ്പോഴത്തേക്കാണ് എത്രയോ അടിക്കകത്താണ് അവിടുത്തെ സുവേജ് ടാങ്ക് ഉണ്ടായിരുന്നത്, മറ്റേ സെപ്റ്റിക് ടാങ്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുവരെ പ്രശ്നമില്ലല്ലോ, എത്രയോ വർഷം പഴക്കമുള്ള സ്കൂൾ. അപ്പോൾ ഈ മഴയും കൂടെ വന്ന് ഈ വെള്ളം മിക്സ് ആവണം. കിണറ്റ് വെള്ളത്തിലേക്ക് ഈ മണ്ണിലോട്ട് ഇറങ്ങിയ മലത്തിൻ്റെ അംശം മിക്സ് ആവണം, അതിൽ ഷിഗല്ല ഉണ്ടാവണം. അപ്പോൾ ആ ഒരു ഷിഗല്ല കുഞ്ഞ് വാഷ്റൂം ഉപയോഗിച്ചതിന് ശേഷം മഴ പെയ്ത്, അപ്പോൾ ഇതൊരു റെയർ ഒക്കറൻസ് ആണ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുന്നത്. പക്ഷേ കൊച്ചു ഇൻഫെക്റ്റീവ് ഡോസ് അല്ലേ. അപ്പോൾ ഒരാൾ കുടിച്ചിട്ട് 10 അണുക്കൾ മതി ഇൻഫെക്ഷൻ ഉണ്ടാക്കാനെന്നുണ്ടെങ്കിൽ എത്രയോ പേർക്ക് ആ വെള്ളം കൊണ്ട് തന്നെ ഇൻഫെക്ഷൻ പകരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എളുപ്പം സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഇൻഫെക്ഷനാണ്. ആ വെള്ളം ഇത്രയും പേർക്ക് ആക്സസ്സും ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഒരു കൊച്ചു ഔട്ട് ബ്രേക്ക് പോലെ ഇപ്പം വരുന്നത്. മാം, ഇനിയൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, മാമിൻ്റെ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിലൊക്കെ എത്ര പേര് വരുന്നുണ്ട്? എങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ്സ് കണ്ടിരിക്കുന്നത്? അങ്ങനെ എങ്ങനെയാണ് മാമിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എങ്ങനെയാണ് സംസാരിക്കുന്നത്? നമ്മളുടെ ഒരു റിലേറ്റീവ്ലി ലൈറ്റർ സ്മോളർ പീഡിയാട്രിക് ലോഡുള്ള ഒരു ഹോസ്പിറ്റലാണ് SK ഹോസ്പിറ്റൽ. അവിടെ പോലും നമുക്ക് 2 കുട്ടികൾക്ക് നമ്മൾ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിച്ചായിരുന്നു. പക്ഷേ അത് ടിപ്പിക്കലായിട്ടാണ് അവർ വന്നത്. മലത്തിൽ ബ്ലഡ് ഉണ്ടെന്ന് പറഞ്ഞ് വയറുവേദന, നല്ല ക്ഷീണം, ഞാൻ കിടന്നോട്ടെ എന്ന് കുട്ടി ചോദിക്കുന്നു, ഓൾഡർ ചൈൽഡ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഡൗട്ടൊന്നുമില്ല. പക്ഷേ അവർക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്തു, അതാണ് അവിടുത്തെ വ്യത്യാസം. അവിടെ നമുക്ക് ടെസ്റ്റ് ചെയ്തു. അടുത്ത കുട്ടി നടന്ന് കളിപ്പാട്ടവും എടുത്ത് വെച്ച് കളിച്ച് സന്തോഷമായിട്ട് ഇരിക്കുന്ന അമ്മ പറയുന്നു, ഇന്നലെ 3 പ്രാവശ്യം പോയി, ഇന്ന് 2 പ്രാവശ്യം പോയി, ചെറിയ പനി, ഞാൻ പാരസെറ്റമോൾ കൊടുത്തപ്പോൾ മാറി. അപ്പോൾ അങ്ങനത്തെ കുട്ടിക്ക് നമ്മൾ ടെസ്റ്റിനും പറയുന്നില്ല, നമ്മൾ ആൻറ്റിബയോട്ടിക്കും ആലോചിക്കുന്നില്ല. അപ്പോൾ അതാണ് കൂടുതലും വരുന്നത് നമുക്ക് OP-യിൽ. മൈൽഡർ കേസസ്, ഡയറിയ ഉണ്ട്, വയറിളക്കം ഉണ്ട്, പക്ഷേ വെള്ളം കുടിക്കുന്നുണ്ട്, പനി പാരസെറ്റമോൾ വെച്ച് കുറയുന്നുണ്ട്. പക്ഷേ വയറുവേദന കാരണം കിടന്നോട്ടെ, ഹൈ ഫീവർ, ഒരൊറ്റ ദിവസത്തെ ഇൽനെസ്സിൽ തന്നെ കിടക്കണം എന്നൊക്കെ പറയുന്നത് അത് കുറച്ചും കൂടെ സിക്കാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യമേ മോഷൻ കൾച്ചറിന് എടുത്തിട്ട് PCR-ന് വിട്ടിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ റിസൾട്ട് 2 ദിവസം കഴിഞ്ഞാണ് വന്നത്. അപ്പോഴത്തേക്കും അവൻ സിറ്റിംഗ് അപ്പ് ആൻഡ് വെൽ. അതിൻ്റെ അകത്ത് വായിക്കൂടെയുള്ള ആൻറ്റിബയോട്ടിക് വർക്ക് ചെയ്യും. ഒരു പാവം ഷിഗല്ലായിരുന്നു നമ്മളുടെ. അപ്പോൾ നമ്മൾ ഓറൽ ആൻറ്റിബയോട്ടിക് ആക്കി അവൻ വീട്ടിൽ പോയി, ഒരു പ്രശ്നവും ഉണ്ടായില്ല. പക്ഷേ ആ ഷിഗല്ല ഡിസെൻട്രിയെ പോലത്തെ അണുവാണ് എങ്കിൽ അടുത്ത ദിവസം കുറച്ചും കൂടെ വയറ് പെരുകുന്നു, ഒരുപാട് മലം പോകുന്നു, കുട്ടി മയക്കത്തിലോട്ട് നീങ്ങുന്നു എന്നൊക്കെയാണ്, മൂത്രം വരുന്നില്ല എന്നൊക്കെയാണെങ്കിൽ അത് പ്രോഗ്രസ് ചെയ്യണം. അതിപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക് തുടങ്ങിയാലും ആ പോയ്സൺ ഉണ്ടാക്കുന്ന അണുവിനെ ചെറുത്ത് നിൽക്കാനായിട്ട് ശരീരം തന്നെ റിക്കവർ ചെയ്യണം. ഫൈനലി ഹീലിംഗ് എന്ന് പറഞ്ഞ ബോഡിയിൽ നിന്നാണ്. നമ്മുടെ കൈ മുറിഞ്ഞാലും നമ്മളല്ലെങ്കിൽ എല്ലൊടിഞ്ഞാലും നമ്മൾ എന്തൊക്കെ മരുന്ന് കമ്പിയിട്ട് ഓപ്പറേഷൻ ചെയ്താലും എല്ല് ഒട്ടണമെങ്കിൽ ദ ബോഡി ഹാസ് ടു ഹീൽ ഇറ്റ് സെൽഫ്. ബാക്കിയെല്ലാം വർക്ക് ചെയ്യും,
പക്ഷേ ബോഡി ഹീൽ ചെയ്യാനായിട്ടുള്ള പവർ ഇല്ല എന്നുള്ളത്, അതാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റിയും എക്സ്ട്രീംസ് ഓഫ് ഏജും ഈ പ്രഗ്നൻസിയും ഒക്കെ കുറച്ചും കൂടെ കെയർഫുള്ളായിട്ട് നമ്മൾ സപ്പോർട്ട് കൂടുതൽ വേണ്ടി വരുമോ. മാം, ഈ കേൾക്കുന്ന ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒരു പ്രഗ്നൻസി സ്റ്റേജിൽ ഈ ഷിഗല്ല എങ്ങാനും വന്നാൽ ഇത് കുഞ്ഞിനെ എഫക്റ്റ് ചെയ്യുമോ? അത്തരം സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ മറുപടി എന്താണ് ശരിക്കും? ഇല്ല, ഷിഗല്ല യൂട്രസിലോട്ട് കുടലിൽ നിന്ന് യൂട്രസിലോട്ട് കടന്ന് ബേബിക്ക് ഒരു ഇൻഫെക്ഷനും ഉണ്ടാക്കില്ല. അമ്മയുടെ ഡീഹൈഡ്രേഷനും അമ്മയുടെ ഇൻഫെക്ഷനുമാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അമ്മയ്ക്കാണ് അവിടെ ഡേഞ്ചർ. ബേബിയെ അത് ഹൈ ഫീവറും ഡീഹൈഡ്രേഷനും ഒക്കെ ബേബിയെ ബാധിക്കാം, ബട്ട് ഷിഗല്ല ബേബിയെ ബാധിക്കൂല. ഇല്ല ഇല്ല ഇല്ല. ഓക്കെ മാം, ഇതൊന്ന് ഈ ഷിഗല്ല എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ മാമിനോട് പറയുകയാണ്, ഒരു പബ്ലിക്കിന് ഒരു അവയർനെസ് കൊടുക്കാൻ നിങ്ങളിങ്ങനെ ഭയം വേണ്ട, ജാഗ്രത മതി എന്ന് പറയുകയാണെങ്കിൽ മാമിന് എന്തായിരിക്കും പറയാനുള്ളത്? ഡെഫിനറ്റ്ലി നമുക്ക് ഇതൊക്കെ നമ്മുടെ കൂടെ പണ്ടേ ഉള്ള, നേരത്തെ വിദ്യ പറഞ്ഞ പോലെ ഇത് ഷിഗല്ലയൊക്കെ എല്ലാ കാലവും നമ്മുടെ കൂടെ ഉള്ള ഒരു അണു തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ കൈകൾ വൃത്തിയായിട്ട് സൂക്ഷിക്കൂ. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ കൈ കഴുകണം. വൃത്തിയായിട്ടുള്ള വെള്ളവും ആഹാരവും എല്ലാ കാലത്തും ഉള്ള അഡ്വൈസാണ്, ഇപ്പോഴത്തേക്കുള്ളതല്ല. അപ്പോൾ ഹോട്ട് സമ്മർ ആയിരുന്നപ്പോഴും നമ്മൾ കുറേയൊക്കെ ഐസ്ക്രീമും ജ്യൂസും ഒക്കെ കുടിച്ചു, ഒന്നും വന്നില്ല. മഴയും കൂടെ വരുമ്പോഴത്തേക്കുമാണ് ഇതെല്ലാം സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എണ്ണം ഒന്ന് കുറഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെയും പഴയ ജീവിതത്തിലേക്ക് പോകാം. പക്ഷേ ആസ് ഓഫ് നൗ ക്ലീൻ ഡ്രിങ്കിങ് വാട്ടറും ക്ലീൻ ഹാൻഡ്സും ക്ലീൻ ഫുഡും ആണ് വളരെ സേഫ് ഇമ്പോർട്ടൻ്റ്. ആയിട്ടിരിക്കാൻ. നോ നീഡ് ടു പാനിക്. അങ്ങനെയൊന്നും ഒരു ഔട്ട് ബ്രേക്കും ഇല്ല. മാം, ഇനി നമ്മൾ കുറച്ചുകൂടി ഗൗരവമുള്ള, മനുഷ്യർ കുറച്ചുകൂടി ഭയപ്പെട്ടിരുന്ന ഒരു രോഗത്തെ പറ്റി കൂടി സംസാരിക്കേണ്ടതുണ്ട്. നിപ്പ എന്ന് പറയുന്ന രോഗം വീണ്ടും വന്നിരിക്കുന്നു. ഇന്ന് ഞാനൊരു പോസ്റ്റ് കണ്ടു, ഇത്തവണ ആരും മരണപ്പെട്ടില്ല, അപ്പോൾ ആരോഗ്യമന്ത്രിക്ക് അഭിവാദനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പോസ്റ്റ്. അപ്പോൾ നിപ്പ എന്നാൽ മരണം എന്ന് ചിന്തിച്ചെടുത്ത് നിന്ന് ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു. ശരിക്കും ആ രോഗത്തെ അറിയുകയാണെങ്കിൽ എന്താണ് നിപ്പ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായി എങ്ങനെ പറയാം? നിപ്പ ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. പക്ഷേ അതിൻ്റെ ആ വൈറസ് ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ അതിന് നമ്മളുടെ ബോഡിയെ ഇൻവേഡ് ചെയ്ത് കഴിഞ്ഞാൽ കയറുന്നത്, അത് ക്ലോസ് കോൺടാക്റ്റ് വഴിയാണ്, നമ്മളുടെ വായി കൂടെയും മൂക്കി കൂടെയും ആണ് കയറുന്നത്. ഓക്കെ. അപ്പോൾ ഒരു നിപ്പ രോഗിയെ ക്ലോസ് ആയിട്ട് പരിചരിക്കുന്നവർക്ക് ബോഡി ഫ്ലൂയിഡ്സ്, സലൈവ, നേസൽ സെക്രീഷൻസ്, മൂക്കൊലിപ്പിൽ വരുന്നത്, തുപ്പലിൽ കൂടെ വരുന്നത്, ഛർദിലിൽ കൂടെ വരുന്നത്, ബ്ലഡ്, യൂറിൻ, മലം, ഇങ്ങനത്തെ സാധനങ്ങളാണ് ഇൻഫെക്റ്റീവായിട്ടുള്ളത്. അപ്പോൾ ക്ലോസ് ആയിട്ട് ഒരു നിപ്പ രോഗിയുമായിട്ട് ഇടപഴകുമ്പോഴാണ് ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത്. അല്ലാതെ കോവിഡ് എന്തായിരുന്നു പ്രശ്നം? കോവിഡ് നമ്മൾ വെറുതെ ദൂരെ നിന്ന് 6 അടി അടുത്ത് നിന്നൊന്ന് സംസാരിച്ചാൽ പോലും അത് എയറിൽ കൂടെ സ്പ്രെഡ് ചെയ്യുമായിരുന്നു. നിപ്പ എയറിൽ കൂടെ ആസ് ഓഫ് നൗ എയറിൽ കൂടെ സ്പ്രെഡ് ചെയ്യൂല. അത് ഡ്രോപ്ലെറ്റ്സ്, വലിയ തുപ്പലിൽ കൂടെ അത് വരുള്ളൂ. അപ്പോൾ അത്രയും ക്ലോസ് കോൺടാക്റ്റ് വരുന്നവർ ആര്? വീട്ടുകാർ, രോഗിയെ പരിചരിക്കുന്ന വീട്ടിലുള്ളവരും ഹോസ്പിറ്റലിലുള്ള ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ക്ലീനിങ് സ്റ്റാഫ്, നഴ്സസ്, ഡോക്ടേഴ്സ്, അവരാണ് ഇത്രയും ക്ലോസ് ആയിട്ട് പേഷ്യൻറ്റുമായിട്ട് സെക്രീഷൻസ്, അവരുടെ ദ്രാവകങ്ങളുമായിട്ട് കോൺടാക്റ്റിൽ വരുന്നത്. അപ്പോൾ ആദ്യം എവിടെ നിന്ന് കിട്ടുന്നത്? ഇത് ബാറ്റിൽ, വവ്വാലിലാണ്, ഫ്രൂട്ട് ബാറ്റ് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് തിന്നുന്ന ഒരു വവ്വാലിലാണ് ഇത് നോർമലായിട്ട് റിസർവയർ, അവരിലാണ് ഈ വൈറസ് കണ്ടുവരുന്നത്. ബാറ്റിന് വലിയ കുഴപ്പമൊന്നും വരുന്നില്ല. അത് വൈറസിനെയും കൊണ്ട് ചെറിയ എന്തെങ്കിലും ബാറ്റിന് പനി വരുന്നതെന്ന് അറിഞ്ഞില്ല, പക്ഷേ ഓക്കെ. അറ്റ്ലീസ്റ്റ് അത് റിസർവയറായിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ ബാറ്റ്സ് കൂടുതൽ വരുന്നത് സാധാരണ ഫ്രൂട്ട്സ് ഉള്ള മരങ്ങൾ, ഫ്രൂട്ട് ബാറ്റാണ്. അപ്പോൾ ഫ്രൂട്ട്സ് നിറച്ച് പേരയ്ക്കയും മാങ്ങയും അടയ്ക്കയും, അങ്ങനെ എന്ത് തരം ഫ്രൂട്ടാണെങ്കിലും അതിന് ഭക്ഷണമുള്ള മരങ്ങളിലാണ് ഇവർ തിങ്ങി നിൽക്കുന്നത്. ബാറ്റ്സുമായിട്ട് സമ്പർക്കം വരുമ്പോൾ അവർ കടിച്ച പഴം വീഴുന്ന, അല്ലെങ്കിൽ അവരുടെ മലം വീണ താഴെ കിടക്കുന്ന ഫ്രൂട്ട്സ്, പ്രത്യക്ഷമായിട്ട് വലുതായിട്ട് കറുത്ത് കിടക്കുന്ന നമ്മൾ എടുക്കൂല, പക്ഷേ മൈന്യൂട്ട് ക്വാണ്ടിറ്റീസ് ഓഫ് അതിൻ്റെ മൂത്രവും മലവുമായിട്ട് തുപ്പലുമായിട്ട് മിക്സ് ചെയ്യുന്ന ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴാണ് ശരിക്കും ബാറ്റിൽ നിന്ന് ഹ്യൂമൻസിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹ്യൂമന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ വീട്ടിൽ പോയി പനി തുടങ്ങി, ടയർഡ്നെസ് തുടങ്ങി, അവശത തുടങ്ങുമ്പോഴാണ് ബാക്കിയുള്ളവരുമായിട്ടുള്ള കോണ്ടാക്റ്റ് ബിക്കംസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അപ്പോൾ ഇത് എയർ ബോൺ അല്ല, ഇത് സെക്രീഷൻസ് വഴി സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഇൻഫെക്ഷൻ ആയതുകൊണ്ടാണ് ഇത് കുറച്ച് കോൺടാക്ട് ട്രേസിങ് വെച്ച് നമുക്ക് നല്ല റോബസ്റ്റ്. അപ്പോൾ ഇയാൾക്ക് വന്നിട്ടുള്ള കോൺടാക്റ്റിലുള്ള എല്ലാവരെയും നമ്മൾ ഐസൊലേറ്റ് ചെയ്യണം. അപ്പം മെയിനായിട്ട് വേണ്ടത് ഐസൊലേറ്റ് ചെയ്യണം. ഇനി ആരുമായിട്ട് അത് സ്പ്രെഡ് ചെയ്യരുത്. ഓക്കെ. അപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ നല്ല റോബസ്റ്റ് ആണ്. സർവൈലൻസും നമ്മൾ ഉണ്ടോ എന്നുള്ളതും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. വന്നു കഴിഞ്ഞ ഐസൊലേഷനും നല്ല സ്ട്രോങ് ആയിട്ട് പൈസ മുടക്കി ചെയ്യുന്ന ഒരു കാര്യമാണ് കേരള ഗവൺമെൻറ്. അപ്പോൾ അങ്ങനെ നമ്മൾ കോൺടാക്ട്സിനെയും ട്രേസ് ചെയ്ത് പേഷ്യൻറ്റിനെയും കോൺടാക്ട്സിനെ ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് സ്പ്രെഡ് ചെയ്യാൻ പറ്റൂല. എയർ ബോൺ അല്ല, അതുകൊണ്ട് പിന്നെ അത് സ്പ്രെഡ് ചെയ്യില്ല. രണ്ടാമത്തെ കാര്യം, ഇത് സീരിയസ് ഇൽനെസ് ആണ്. പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് വെസൽസിനെ ഡയറക്റ്റ് ആയിട്ട് ഡാമേജ് ചെയ്യുക.
അപ്പോൾ എല്ലാ ഓർഗൻസിലേക്കുമുള്ള ബ്ലഡ് വെസൽസ് രക്തം കൊണ്ടുപോകുന്നത് ഓക്സിജനും ഗ്ലൂക്കോസും നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസും ശ്വസിക്കുന്ന എല്ലാം കൊണ്ടുപോകുന്ന ബ്ലഡ് വെസൽസ്. അപ്പോൾ ബ്ലഡ് വെസൽ ഡാമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു ഓർഗനും ഷട്ട് ഡൗൺ ആണ്. കിഡ്നി ആണെങ്കിലും ഷട്ട് ഡൗൺ ആണ്, ഹാർട്ടാണെങ്കിലും ബ്ലഡ് കിട്ടുന്നില്ല, ബ്രെയിൻ ആണെങ്കിലും ബ്ലഡ് കിട്ടുന്നില്ല, ലങ്സിലോട്ട് ബ്ലഡ് പോകുന്നില്ല, പിന്നെ ഓക്സിജൻ എവിടെ നിന്ന് കിട്ടും? അപ്പോൾ ആ തരം ഡാമേജ് വരുന്നതുകൊണ്ട് പിന്നെ എല്ലാം ഞാൻ പറയും, ദ ബോഡി ഹാസ് ടു ഹീൽ ഇറ്റ് സെൽഫ്. നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് ഓക്സിജൻ വെക്കാം, മാസ്ക് വെക്കാം, ഡ്രിപ്പ് കൊടുക്കാം, യൂറിൻ ഡയാലിസിസ് ചെയ്യാം. സപ്പോർട്ട് മാക്സിമം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡി ഹീൽ ചെയ്യുകയാണെങ്കിൽ ശരിയാവും. നിപ്പ വൈറസിനെ കൊല്ലാൻ ആൻറ്റി വൈറസ് മെഡിസിൻ ഇല്ല, ഇല്ല, ഇല്ല. അപ്പം നമുക്ക് നിപ്പ ഒന്ന് ബാറ്റുമായിട്ടുള്ള, അപ്പം എന്തുകൊണ്ട് ഈ കോഴിക്കോട് കൂടുതൽ വരുന്നു, ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ ഇക്കോളജി, അവിടുത്തെ ആ പരിസ്ഥിതിയാണ്. അവിടെ മരങ്ങൾ കൂടുതലാണ്, ബാറ്റ് കൂടുതലാണ്. അതൊക്കെ തന്നെ ഇവിടെയും ഉണ്ട്. ഇവിടെയും ബാറ്റിൻ്റെ അകത്ത് വൈറസ് കാണുമായിരിക്കും, പക്ഷെ അത് ഹ്യൂമൻ സ്പ്രെഡ് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പം കുട്ടികൾ സാധാരണ കുറച്ചും കൂടെ ഓടി നടക്കും, ഈ തരം സാധനങ്ങൾ ഒരു പേരക്കയുടെ ഒരു മൂലയ്ക്ക് ഒരു കൊച്ച് കടിയുണ്ട് എന്ന് പറഞ്ഞിട്ട്, ഇപ്പം എന്നാലും താഴെ കിടക്കുന്ന ഒരു മാങ്ങയാണെങ്കിലും കാഴ്ചയ്ക്ക് ഭംഗിയാണെങ്കിൽ കുഞ്ഞുങ്ങളെടുത്ത് കഴിക്കും. പക്ഷേ അഡൾട്ട്സിനും എങ്ങനെ വരുന്നു എന്നുള്ളത് അത്ര വ്യക്തമല്ല. പക്ഷേ ബാറ്റാണ് റിസർവോയർ. വന്നു കഴിഞ്ഞാൽ സീരിയസ് ഇൽനെസ്, അയാൾക്ക് കൂടുതൽ ആൾക്കാരെ നടന്ന് ഇൻഫെക്റ്റ് ചെയ്യാൻ പറ്റൂല. ഇറ്റ് ഈസ് നോട്ട് എ മൈൽഡ് ഇൽനെസ്. ഇപ്പോൾ ഒരിക്കലും മൈൽഡായിട്ട് വരില്ല, പിടിപെട്ടാൽ കുറച്ച് കാര്യമായിട്ട് തന്നെയാണ് അത് വരുന്നത്. സർവൈവലൊക്കെ പോസിബിളാണ്. ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും ഒരുപോലെയല്ല. ഇഫ് ദ ഹോസ്റ്റ് പുട്സ് അപ്പ് എ നോർമൽ ഡിഫെൻസ്, നിപ്പയെ കൊല്ലാൻ അങ്ങനെ തന്നെയാണ് ഇൻഫെക്ഷൻ മാറുന്നത്. ഓക്കെ മാം, ഇത് പറയപ്പോഴേ ഒരു രണ്ട് തലമുറകൾ തമ്മിലുള്ള ക്ലാഷ് തന്നെ ഉണ്ടെന്ന് തോന്നി. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ചൊരു ഫ്രൂട്ട് കിട്ടുന്നു, അപ്പോൾ ഈ അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഓ ഞങ്ങളുടെ കാലത്തൊക്കെ ഞങ്ങൾ ഇതൊക്കെ കഴിച്ചല്ലേ നടന്നത്, അന്നൊന്നും ഇല്ലാതെ ഇപ്പോൾ ഇതൊക്കെ വെറുതെ പറയുന്നതാണ് എന്നുള്ള ഒരു ടോക്ക്. അല്ല, ഇത് ഇപ്പോൾ കഴിക്കരുത് എന്ന് വേറൊരു തലമുറ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ശരിക്കും എന്താണ് അത്, കഴിക്കാതിരിക്കുക തന്നെയല്ലേ നല്ലത്? കഴിക്കാതിരിക്കുക തന്നെയാണ് നല്ലത്. പണ്ടത്തെ നമ്പർ ഓഫ് ആൾക്കാരും നമ്മളുടെ പറമ്പും ബാറ്റിന് ജീവിക്കാനുള്ള സ്ഥലവും ഇഷ്ടം പോലെ കാടും ചെടിയും മരവും ഉണ്ട്. അപ്പോൾ ബാറ്റിനും ഹാബിറ്റാറ്റ്, അവർക്ക് താമസിക്കാനുള്ള സ്ഥലവും നമ്മൾ വീട് വെച്ച് കൃഷി സ്ഥലമാക്കി മാറ്റുമ്പോഴത്തേക്കും ബാറ്റിനും ജീവിക്കാനിടയില്ല. അപ്പോൾ അവർക്കും സ്ട്രെസ്സ് വരും. ആൾക്കാർ അവരെ ഓട്ടിക്കാൻ നോക്കുന്നു, ബാക്കി പ്രീഡേറ്റേഴ്സ് അവരെ പിടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ബാറ്റും സ്ട്രെസ്സിൽ വരുമ്പോഴത്തേക്കുമാണ് അതിൻ്റെ ഈ അപ്പം അവിടെയും ഒരു ഹോസ്റ്റ് വൈറസ്. ബാറ്റ് കാമാണെന്നുണ്ടെങ്കിൽ വൈറസ് ഒന്നും ചെയ്യൂല, അവിടെ ഇരിക്കും. ബാറ്റ് വീക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ വൈറസിൻ്റെ എണ്ണവും കൂടും. അതുകൊണ്ട് പണ്ടത്തെ കാലം അല്ല, പണ്ടത്തെ നമ്പർ ഓഫ് ട്രീസും അല്ല, നമ്പർ ഓഫ് ബാറ്റ്സും അല്ല, നമ്പർ ഓഫ് പീപ്പിളും അല്ല. അപ്പോൾ എല്ലായിടത്തും ഒരു ക്രൗഡിങ് ഉണ്ട്. ബാറ്റിനും ക്രൗഡിങ് ഉണ്ട്, ബിക്കോസ് അവരുടെ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ബാറ്റ് ഹ്യൂമൻ ഇൻ്ററാക്ഷൻ ഡെഫിനറ്റ്ലി പണ്ടത്തേനെയും കാട്ടി ഇപ്പോഴും കൂടുതലാണ്. പിന്നെ ഇപ്പോഴെന്തുകൊണ്ട് നമ്മൾ കേരളത്തിൽ നിപ്പ കൊണ്ട് വേറെ ഒരിടത്തും ഇല്ല എന്നാണോ? നമ്മൾ ടെസ്റ്റ് ചെയ്യും, പനി വന്ന് ഇത്തിരിയെങ്കിലും പ്ലേറ്റ്ലെറ്റ് ഡ്രോപ്പ് ചെയ്യുന്ന, ഡെങ്കി നെഗറ്റീവ് ആണെങ്കിൽ നിപ്പ രണ്ടാം ദിവസം, ഒന്നാം ദിവസം തന്നെ ടെസ്റ്റഡ് ആണ്. PCR ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ടെസ്റ്റാണ്. നമ്മൾ പറഞ്ഞില്ലേ, 1-2 സെല്ലിൻ്റെ ബിറ്റ്സ് മതി അത് പിക്ക് ചെയ്യാനായിട്ട്. അപ്പം അതിന് പൈസ ഇറക്കണം. ഇറ്റ് ഇസ് എ വെരി എക്സ്പെൻസീവ് ടെസ്റ്റ് PCR. പണ്ട് ഓർമ്മയുണ്ടോ, 2000 റുപ്പീസ് എന്താണ് ഒരു സിംഗിൾ ടെസ്റ്റിന്, 2000-3000 റുപ്പീസ്. അപ്പോൾ റെയർ ആയിട്ടുള്ള ഡിസീസസിന് വേണ്ടിയാകുമ്പോൾ അത് ഇനിയും കോസ്റ്റ് കൂടും. അപ്പം അത് ഫ്രീ ആയിട്ട് ഗവൺമെൻറ് സസ്പെക്റ്റഡ് കേസസിന് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പിക്ക് ചെയ്യും. അപ്പോൾ ആക്ച്വലായിട്ട് കേസസ് ബാക്കിയിടത്ത് ഇല്ലാത്തതുകൊണ്ടായിരിക്കില്ല നമ്മൾ പിക്ക് ചെയ്യുന്നതുകൊണ്ട് കേരളത്തിൽ കൂടുതൽ എന്ന് പറയുന്നതും വൺ സൈഡാണ്, സത്യം. എപ്പോഴും അല്ല. ഓക്കെ. മാം, ഈ ഗവൺമെൻറ് ഒക്കെ വളരെ സീരിയസ് ആയി കാണുന്നുണ്ട്. അപ്പോൾ ലക്ഷണങ്ങൾ കണ്ടാൽ തന്നെ നമ്മളതിങ്ങനെ കറക്റ്റായിട്ട് ട്രേസ് ചെയ്യുന്നുണ്ട്. എങ്കിലും ഒരു അറിവിന് വേണ്ടി ചോദിക്കുകയാണ്, ലക്ഷണം നോക്കി ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെ അറിയാമെങ്കിലും എന്തൊക്കെയാണ് ശരിക്കും ഒരു നിപ്പയുടെ ലക്ഷണങ്ങൾ? ഒരു ജനറൽ വൈറൽ ഫീവറിൻ്റെ ലക്ഷണങ്ങൾ ആയിട്ടാണ് തുടങ്ങുന്നത്. തലവേദന, ശരീരവേദന, വിശപ്പില്ലായ്മ, ക്ഷീണം, ഹൈ ഫീവർ. അപ്പോൾ റാഷസ് പോലെ വരുന്നുണ്ട്, മൂത്രമൊഴിക്കുമ്പോൾ വേദനയുണ്ട്, വയറുവേദന, ചുമ, എന്ത് വേണമെങ്കിലും വരാം. അപ്പം ജനറലി ടയേർഡ്നെസ് കൂടുന്നു, ക്ഷീണം കൂടുന്നു എന്നുണ്ടെങ്കിൽ ഇത് ഇൻഫെക്ഷൻ ഇസ് മോർ സീരിയസ്. നമുക്ക് എണീറ്റിരിക്കാൻ വയ്യ, നല്ല തലവേദന, ഛർദ്ദിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഡീഹൈഡ്രേഷൻ കൂടി വരുമ്പോൾ ഇത്തിരി കൂടെ വീക്കറാവും. അപ്പോൾ ഫീവർ, ടയേർഡ്നെസ്, ഡീഹൈഡ്രേഷൻ, ഹെഡ് ഏക്ക്, അബ്ഡോമിനൽ പെയിൻ, ബോഡി ഏക്ക്, ഒരു ജനറൽ വൈറൽ ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് വരുന്നത്. റാഷസും കൂടെ വരുന്നത്, പിന്നെ ഇങ്ങനത്തെ ഒരു ഹിസ്റ്ററിയും കൂടെ വരുമ്പോഴത്തേക്കും അപ്പോൾ നമ്മൾ ഉടനെ തന്നെ മറ്റ് ടെസ്റ്റുകളെല്ലാം അയക്കും. ഓക്കെ. അപ്പോൾ അതിലൊന്നും
പോസിറ്റീവ് വരുന്നത് അത് ഇതെല്ലാം ഉടനെ കിട്ടുമല്ലോ റിസൾട്ട്. അപ്പോൾ അതിലൊന്നും പോസിറ്റീവ് വരുന്നില്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് സ്ട്രോങ് സസ്പിഷൻ നിപ്പയാണ്. ഓക്കെ. മാം ഇത് പറയുമ്പോൾ നമുക്ക് നിസ്സാരമായിട്ട് നിങ്ങൾ പേടിക്കണ്ടെന്ന് പറയാൻ പറ്റുന്ന രോഗമൊന്നും അല്ല എന്നറിയാം. പക്ഷേ ആസ് എ ഡോക്ടർ മാമിന് ഈ സിസ്റ്റത്തെ അറിയാലോ. അപ്പം നിങ്ങൾ ഭയപ്പെടേണ്ട, ഈ സിസ്റ്റം ഇത് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് എന്നാണെങ്കിൽ ഒരു പൊതുജനത്തോട് പറയാൻ എന്തായിരിക്കും നമുക്കുള്ളൊരു മെസ്സേജ്? അല്ല, നിപ്പയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബാറ്റുമായിട്ടുള്ള സമ്പർക്കവും ഈ ഫ്രൂട്ടിൻ്റെതും കോണ്ടാക്ട് വിത്ത് കേസ് ഓഫ് നിപ്പ അത് മൂന്നുമാണ് മെയിനായിട്ട് റീസണായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ബാറ്റുമായിട്ടുള്ള നമുക്ക് അങ്ങനത്തെ കാർഡുകൾ ഇപ്പോൾ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പേഷ്യൻറ്റുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ ഒന്നും വരാനുള്ള സാധ്യത ജനറൽ പബ്ലിക്കിന് കുറവാണ്, അൺലെസ് നമ്മളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഇൻവോൾവ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ. മാം, ഈ മഴക്കാലത്ത് ഇത് രണ്ടും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ മുന്നേ കൈകാര്യം ചെയ്യുന്നതാണ് ഈ ഡെങ്കു ഫീവർ. ഇത്തവണത്തെ മഴക്കാലത്തും ഡെങ്കു കേസസ് വന്നിട്ടുണ്ടോ? എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ? മഴക്കാലത്ത് ഡെങ്കി പനി കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഇൻഫെക്ഷൻസും മൈൽഡ് ആയിരിക്കാം, അത് കുറച്ച് കേസസ് സിവിയർ ആവും. പക്ഷേ നമ്പർ ഓഫ് കേസസ് കൂടുമ്പോഴത്തേക്കും നമുക്ക് സിവിയർ കേസസും കൂടും. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധയിൽ പെടുന്നത്. അപ്പോൾ നമ്പർ ഓഫ് കേസസ് കൂടുന്നത് നമ്മുടെ കൊതുക് നിവാരണം ശരിയാകാത്തതുകൊണ്ടാണ്. അതിന് ഓരോരുത്തർക്കും റോളുണ്ട്. അവനവൻ്റെ പരിസരവും അവനവൻ്റെ ചുറ്റുപാടുള്ള പരിസരവും കൂടെ. ഇപ്പം ഒഴിഞ്ഞു കിടക്കുന്ന വെള്ളയാണെങ്കിൽ നമുക്ക് ഓണറെ വിളിച്ച് നമ്മൾ അവിടെ നിന്ന് വൃത്തിയാക്കിക്കാനായിട്ട് നമ്മൾ പറയണം. നമ്മളുടെ വീട്ടിൽ നമ്മളൊരു ഡ്രൈ ഡേ എന്ന് പറഞ്ഞ് നമ്മളുടെ വീട്ടിൻ്റെ അകത്തും പുറത്തുമുള്ള എല്ലാ സ്ഥലങ്ങളും ഡ്രൈ ആക്കണം. ഒരൊറ്റ ദിവസം ഡ്രൈ ആക്കി കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം പോയല്ലോ, പിന്നെ അടുത്ത ആഴ്ച പിന്നെയും കളഞ്ഞാൽ മതി. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഡ്രൈ ഡേ ആചരിക്കാമെങ്കിൽ നമുക്ക് കൊതുകിൻ്റെ ശല്യം ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഡെങ്കി ഫീവറും ഈ കൊതുക് കുത്തി പകരുന്ന ഒരു ഇൻഫെക്ഷൻ, അതിൻ്റെ അകത്തും ഒരു 3 മുതൽ 10 ദിവസത്തിനകത്താണ്. കൊതുക് കുത്തി അടുത്ത ദിവസം അങ്ങ് പനി വരികയല്ല, അതിനും പെരുകാനായിട്ടൊരു സമയം വേണം. അപ്പോൾ അതിന് ഇൻക്യുബേഷൻ പീരീഡ്. കൊതുക് കുത്തി ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കും കുട്ടിക്ക് പനി വരുന്നു, തലവേദന, ദേഹം വേദന, ജനറൽ സിംറ്റംസ് ആണ്, വയറുവേദന, ഛർദിൽ. പർട്ടിക്കുലർലി ഡെങ്കി എന്ന് പറഞ്ഞിട്ട് ലക്ഷണമൊന്നുമില്ല. പക്ഷേ ഇവിടെയും ക്ഷീണം, വയറുവേദന, ഛർദിൽ, ഹൈ ഫീവർ, സിവിയർ ആകാനായിട്ടുള്ള, കുട്ടിക്ക് സിവിയർ ആയിട്ടുള്ള ഒരു ഡിസീസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒട്ടും കുടിക്കുന്നില്ല, വയറ് പെരുക്കം, കണ്ണിൽ നീര്, മൂത്രം കുറയുന്നു, ഇതൊക്കെ ഡെഫിനിറ്റ് ഒട്ടും വയ്യാത്ത കുട്ടിയാണ്. നമ്മൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമുണ്ട്. മാം, ഇങ്ങനെ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നാൽ മാം എങ്ങനെയാണ് ഇത് ഡെങ്കു തന്നെയാണോ, നോർമൽ വൈറൽ ഫീവർ ആണോ, ഇങ്ങനെയൊക്കെ ഒന്ന് തിരിച്ചറിയാൻ നമ്മളിത് സ്ഥിരീകരിക്കുന്നത് എങ്ങനെയാണ് ശരിക്കും? ഡെങ്കു പനി സ്ഥിരീകരിക്കുന്നത് ഇപ്പോൾ ഒരു കുട്ടിയെ കൊണ്ടുവരുന്നു, ഫീവർ, ടയേർഡ്നെസ് ഉണ്ട്, ഛർദ്ദിക്കുന്നുണ്ട്, എണീറ്റിരിക്കാൻ വയ്യാത്ത, ദേഹം വേദനയാണ്, തലവേദനയാണ്, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ഫ്ലൂ പനിയും ആകാം. പക്ഷേ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഉടനെ തന്നെ ബ്ലഡ് അയക്കണം. നമ്മൾ 5 ദിവസത്തിനകത്താണെങ്കിൽ ഒരു ആൻറ്റിജൻ ടെസ്റ്റാണ് ചെയ്യുന്നത്, ഡെങ്കിയുടെ ആൻറ്റിജൻ ടെസ്റ്റ്. ബ്ലഡ് എടുത്താണ് ടെസ്റ്റ് ചെയ്യുന്ന ലാബിൽ. അത് നമുക്ക് ഏതാനും 1-2 മണിക്കൂറിനകത്ത് ആൻറ്റിജൻ ടെസ്റ്റിൻ്റെ കാർഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വരും. അതിൻ്റെ ആൻറ്റിബോഡി, ശരീരം അണുവിനെ നശിപ്പിക്കാൻ ഉണ്ടാക്കുന്ന ആൻറ്റിബോഡി വെച്ച് നമുക്ക് രോഗം സ്ഥിരീകരിക്കാനൊക്കെ. അതിൻ്റെ റിസൾട്ട് അത് ഉണ്ടായി വരാനായിട്ട് 5 ഡേയ്സ് എടുക്കും. അതുകൊണ്ട് 5 ഡേയ്സ് ഓഫ് ഫീവർ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോഴത്തേക്കും അണുവിൻ്റെ ആൻറ്റിജനൊക്കെ പോയിട്ടുണ്ടാകും. പിന്നെ ബോഡിയുടെ ആൻറ്റിബോഡിയാണ്, ബ്ലഡിലുള്ള ആൻറ്റിബോഡി, ഡെങ്കു ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റും. അപ്പോൾ സിവിയറിറ്റി ഓഫ് ഡെങ്കു വെച്ചിട്ടാണ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഡ്രോപ്പ് ചെയ്യുന്നത്. സിവിയർ ഡെങ്കുവിൽ പ്ലേറ്റ്ലെറ്റ് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് കൂട്ടുക, പ്ലേറ്റ്ലെറ്റ് തിരിച്ചടയ്ക്കുക, അതല്ല. അവിടെ ഡെങ്കു സിവിയറാണ്. ഡെങ്കുവും ഇതേപോലെ ബ്ലഡ് വെസൽ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു ഇൻലെസ് ആണ്. ആ ലെവൽ ഓഫ് ഡെങ്കു വന്നു കഴിയുമ്പോഴത്തേക്കുമാണ് ഡെങ്കു ഡെത്ത് ഉണ്ടാകുന്നത്, ബ്ലീഡിങ്. അപ്പോൾ ബ്ലഡ് വെസൽസ്, രക്തധമനികൾ കേടുവരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലീഡിങ്ങിൻ്റെ ചാൻസസ് കൂടുതലാണ്. അങ്ങനെ ബ്ലീഡ് ചെയ്ത് അനീമിയ, ബ്ലഡ് ലോസ് കൊണ്ട് മരണം സംഭവിക്കാം. രണ്ടാമത്തത് ഈ കിഡ്നിയുടെ ബ്ലഡ് വെസൽസ്, ഹാർട്ടിൻ്റെ ബ്ലഡ് വെസൽസ്, എല്ലായിടത്തെയും ബ്ലഡ് വെസൽസ് ബാധിക്കുകയല്ലേ. അങ്ങനെ വരുമ്പോഴത്തേക്കും യൂറിന പോകാതെ ആയിട്ട് റീനൽ ഷട്ട് ഡൗൺ വന്നിട്ട് ഡെത്ത് സംഭവിക്കാം, ബ്രെയിനിനെ ബാധിക്കാം. അങ്ങനെ പല ഓർഗൻസിനെ, മൾട്ടി സിസ്റ്റം ഡെങ്കു ബ്ലഡ് വെസൽസിനെ ബാധിച്ച് കഴിയുമ്പോഴത്തേക്കുമാണ് സിവിയറായിട്ട് ഉണ്ടാകുന്നത്. അതിലും സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റാണ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ബ്ലഡ് കൊടുക്കണോ, ഫ്ലൂയിഡ്സ് എത്ര കൊടുക്കണം, അപ്പം ബ്ലഡ് വെസൽസ് എല്ലാം ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാം ശരീരം തന്നെ നീര് വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് അത് ടൈട്രേറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് കൂടി പോകാനും പാടില്ല, എന്നാൽ കുറഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ ഒരു ICU സെറ്റിങ്ങിൽ തന്നെ ഈ നീര് വയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, വയറ് പെരുകുന്നു എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇമ്മീഡിയറ്റ്ലി യൂറിൻ കുറയുന്നുണ്ടെങ്കിൽ ICUവിൽ തന്നെ കുട്ടിയെ ട്രീറ്റ് ചെയ്യണം. ആരാണെങ്കിലും ICUവിൽ തന്നെ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ഡെങ്കു ഒരു സീരിയസ് ആകാൻ സാധ്യതയുള്ള ഒരു ഇൽനെസ്സാണ്. അവിടെ ടയേർഡ്നെസ്സും ഹൈ ഫീവറും
അബ്ഡോമിനൽ വയറ് പെരുകിക്കൊണ്ടിരിക്കുന്നത്, യൂറിൻ കുറയുന്നുണ്ട് എന്നൊക്കെയാണ്, ക്ഷീണം കൂടുന്നു എന്നുണ്ടെങ്കിൽ ഡെങ്കു ടെസ്റ്റ് ചെയ്ത് നമുക്ക് ഹീമോഗ്ലോബിൻ കുറയുന്നുണ്ടോ, യൂറിനിൽ ബ്ലഡ് വരുന്നുണ്ടോ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നോക്കിയിട്ടാണ്, യൂറിനിൽ പ്രോട്ടീൻ നഷ്ടപ്പെടുന്നുണ്ടോ, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണ് സിവിയർ ഡെങ്കി നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ ഡെങ്കു കുറേ നാളായി കേൾക്കുകയും പരിചിതമായതുകൊണ്ട് ഇത് ഇത്ര വലിയൊരു രോഗാവസ്ഥയിലേക്ക് പോകാമെന്നത് ചിലപ്പോഴും പലപ്പോഴും മറന്നു പോകുന്നുണ്ട് തോന്നേ. നിങ്ങൾ ഇപ്പോൾ എല്ലായ്പ്പോഴും ഇത് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഇങ്ങനെയൊക്കെ ലക്ഷണങ്ങൾ കണ്ടാലും നിങ്ങൾ നിർബന്ധമായും വരണം, അല്ലെങ്കിൽ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പാരൻസ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, കുട്ടി ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് മാം പറയുകയാണെങ്കിൽ, ചിലപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയൊക്കെ ആണെങ്കിൽ എന്തൊക്കെയായിരിക്കും പാരൻസിനോട് ശരിക്കും പറയാനുള്ള കാര്യങ്ങൾ? അപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിന് പനി വന്ന്, കൊച്ചു കുഞ്ഞെന്നല്ല ഇനി കുഞ്ഞിന് പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്കിംഗ് പേരൻസ് ആണ്, കുറച്ച് ആഹാരം നമ്മൾ നേരത്തെ പറഞ്ഞു ടയർഡ്നെസ് ഇല്ല, പനിക്ക് പാരസെറ്റമോൾ കൊടുക്കുമ്പോൾ പനി കുറയുന്നുണ്ട്, കുറച്ച് ആഹാരം കഴിക്കുന്നുണ്ട് എങ്കിൽ ഒരു റെസ്പോൺസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരസെറ്റമോൾ കൊടുത്ത് സ്കൂളിൽ വിടുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ഇൻഫെക്ഷൻസിനും വൈറസ് ആണെങ്കിലും ബാക്ടീരിയ ആണെങ്കിലും റെസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം ഹൈഡ്രേറ്റഡ്, നല്ലോണം വെള്ളം കൊടുക്കണം. ശരീരത്തിൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ഡ്രോപ്പ് ചെയ്യും. ഇമ്മ്യൂണിറ്റി ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള ഇൻഫെക്ഷനും കൂടും, അപ്പുറത്തെ കുട്ടിയുടെ ഇൻഫെക്ഷൻ കൂടി കിട്ടും. യെസ്. ആ. ആ. അപ്പോൾ റെസ്റ്റും കിട്ടുന്നില്ല, ആരും വെള്ളവും എടുത്ത് കൊടുക്കാനില്ല, ആഹാരവും കുറച്ച് വിശപ്പില്ലായ്മ ഉണ്ടാവും. നമ്മൾ വീട്ടിൽ ഫ്രഷ് ആയിട്ട് അവന് ഇഷ്ടമുള്ള സാധനം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കഴിക്കും, പക്ഷേ സ്കൂളിൽ ഒരു ബോക്സിൽ കൊടുത്തു വിട്ടാൽ കഴിക്കണമെന്നില്ല. ഒന്നുമില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങളും തെറ്റിക്കഴിഞ്ഞാൽ രോഗം കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈവൻ ഡെങ്കി ആണെങ്കിലും ഷിഗല്ല ആണെങ്കിലും നമ്മൾ ആദ്യം അത് മൈൽഡായിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ തന്നെ നമ്മൾ റെസ്റ്റ് എടുത്ത് നല്ലോണം ആഹാരവും കഴിച്ച് വെള്ളവും കൊടുത്ത്, ശരിയാകുന്നില്ല എന്ന് കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ ഹോസ്പിറ്റലിലേക്ക്, അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക്. പക്ഷേ ശരിയാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3 ഡേയ്സ് നമ്മൾ കുട്ടിക്ക് റെസ്റ്റ് കൊടുത്ത് പനി മാറിയിട്ടേ സ്കൂളിലേക്ക് വിടാവൂ. അപ്പോൾ പനി മാറുന്നില്ല, പിന്നെയും ഒരു 3 ഡേയ്സ് കഴിഞ്ഞും ഹൈ ഫീവറാണ്, അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി വോമിറ്റിംഗ്, കുടിക്കുന്നതേ ഇല്ല, എണീക്കുന്നില്ല, കട്ടിലിൽ നിന്നേ എണീക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കൊണ്ട് കാണിക്കുന്നതാണ് നല്ലത്. നമുക്ക് നോക്കാം പ്ലേറ്റ്ലെറ്റ് എത്രയുണ്ട്, ബ്ലഡ് നോക്കാം, ഡെങ്കി ആൻറ്റിജൻ നോക്കാം, അപ്പോൾ എത്ര ടയേർഡ് ആണെന്നുള്ളത് നോക്കാം. അപ്പോൾ ടയേർഡ്നെസ് ഒരു ഡേഞ്ചർ സൈനാണ്. വാട്ട് ഈസ് ടയേർഡ്നെസ്? കുട്ടി എണീറ്റ് ഇരിക്കുന്നെങ്കിലും കൊണ്ട് ഉണർന്ന് എണീറ്റ്, അപ്പം സാധാരണ ഓടിക്കൊണ്ട് നടക്കുന്ന കുട്ടിയാണ്, പക്ഷേ ഇപ്പം എണീറ്റ് ഇരിക്കുന്നതേ ഉള്ളൂ, ഒട്ടും കട്ടിലിൽ നിന്ന് ഇറങ്ങുന്നതേ ഇല്ല. അതും നമുക്ക് നോക്കണം. പക്ഷേ ഹോസ്പിറ്റലിൽ വരുമ്പോഴും അവൻ എണീറ്റ് ഇരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊരു സീരിയസ് ടയേർഡ്നെസ് അല്ല. പക്ഷേ ഞാൻ കിടന്നോട്ടെ എന്ന് പറഞ്ഞ് കണ്ണും അടച്ച് കട്ടിലിൽ കയറി കിടക്കുന്ന ഒരു കുട്ടി ഈസ് എ വെരി ടയേർഡ് ചൈൽഡ്. ഓക്കെ. ആ കുട്ടിക്ക് ഒബ്സർവേഷൻ വേണം, ബ്ലഡ് ടെസ്റ്റ് വേണം. അപ്പോൾ ടയേർഡ്നെസ് നമുക്കൊരു നമ്പർ 1 ഡേഞ്ചർ സൈനായിട്ട് എടുക്കാം. ടയേർഡ്നെസ്സിന് റീസൺസ് എന്തായിരിക്കാം? പനി കൂടിയിരിക്കുന്നതായിരിക്കാം, പാരസെറ്റമോൾ കൊടുക്കൂ, 2 മണിക്കൂർ കഴിഞ്ഞ് ടയേർഡ്നെസ് കുറയുന്നോ നോക്കാം. ഉറക്കം വരുന്നതായിരിക്കും, രാത്രി നേരെ പനിയൊക്കെ ആയിട്ട് നേരെ ഉറങ്ങിയിട്ടുണ്ടാവില്ല, ഉറങ്ങാൻ അനുവദിച്ചോ 2 മണിക്കൂർ, അത് കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് ഉണരണം. അല്ലെങ്കിൽ വെള്ളം നമ്മൾ പറഞ്ഞ ഡീഹൈഡ്രേഷൻ്റെ ടയേർഡ്നെസ് ആയിരിക്കും, ഒന്നും കഴിക്കാത്തതിൻ്റെ ടയേർഡ്നെസ് ആയിരിക്കും. കൊടുക്കൂ വെള്ളം 100 ml 1 hour, അടുത്ത ഒരു അര ഗ്ലാസ് 1 മണിക്കൂറിൽ കൊടുക്കും, അടുത്ത അര ഗ്ലാസ് കൊണ്ട് കൊടുക്കും. കുറച്ച് ഫുഡ് കഴിക്കാൻ ലൈറ്റായിട്ട് ഇഷ്ടമുള്ള കഴിക്കാം എന്ന് സമ്മതിക്കുന്ന കുറച്ച് ഫുഡ് കൊടുത്തു നോക്കുക. അപ്പോൾ ഉറങ്ങി, പനിക്ക് മരുന്ന് കൊടുത്തു, ഫുഡ് കൊടുത്തു, വെള്ളം കൊടുത്തു, അപ്പോൾ ഒരു 4 hours വെയിറ്റ് ചെയ്തിട്ട് ടയേർഡ്നെസ് നോട്ട് ഇംപ്രൂവിങ് ഡോക്ടറെ സമീപിക്കണം. മാം ഇത് പറയുമ്പോഴേ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ കാര്യം ഓർമ്മ. ആക്ച്വലി എൻ്റെ മകൻ്റെ ഡോക്ടർ ആയതുകൊണ്ടും കൂടിയാണേ. എല്ലാം എപ്പോഴും മാം ഞങ്ങൾ വരുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾ പനി, ഞങ്ങൾ ശരിക്കും ഇങ്ങനെ പോകുമ്പോൾ ഇത് പറയും, മാം ഇതിനെ ഈ പനി എഴുതി വെക്കൂ നീ നിർബന്ധം പിടിക്കുന്നതെന്ന്. എന്തിനാണ് മാം ശരിക്കും ഈ പനിയുടെ അളവ് നിങ്ങൾ നോക്കി എഴുതി വെക്കൂ, കുറിച്ച് വെക്കൂ എന്ന് പറയുന്നതിൻ്റെ റീസൺ? അതിൻ്റെ ദർ ആർ 2 റീസൺസ് ആക്ച്വലി. ഒന്ന്, നമ്മൾ തിരക്കേറിയ ജീവിതത്തിലെ നമ്മൾ ഓടിക്കൊണ്ട് നടക്കുമ്പോഴത്തേക്കും നമുക്ക് എക്സാക്റ്റ് ആയിട്ട് എപ്പോൾ തുടങ്ങി, ആ. ഇപ്പം നമ്മൾ പറഞ്ഞു 3 ഡേയ്സ് ആണ് നമ്മളൊരു കട്ട് ഓഫ് പറഞ്ഞത്, 3 ദിവസത്തിൽ മേലെ പനി നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റുകളൊക്കെ വേണം, പനി ഒരേ കണക്കിന്. അപ്പോൾ ഒരേ കണക്കിനാണോന്ന് ഭയങ്കര ആങ്ഷ്യസ് ആയിട്ട് നമ്മൾ നമ്മുടെ കുട്ടിയാണ് നോക്കുന്നത്. അല്ല, ഈ പനിയുടെ അളവും ആ രോഗവും തമ്മിൽ ബന്ധമുണ്ടോ ശരിക്കും? പനിയുടെ അളവും രോഗമായിട്ട് ബന്ധം. മൈൽഡ് ഫീവേഴ്സ് ഫസ്റ്റ് 3 ഡേയ്സ് നമുക്ക് ഈസി ആയിട്ട് വെയിറ്റ് ചെയ്യാം. ഹൈ ഫീവർ മോർ ദാൻ 3 ഡേയ്സ് ആകുമ്പോഴത്തേക്കും ലൈക്ലിഹുഡ് ഓഫ് സീരിയസ് ഇൻഫെക്ഷൻസ് കൂടുതലാണ്. മോർ ദാൻ 3 ഡേയ്സ് ഹൈ ഫീവർ നിൽക്കുന്നത് നമ്മൾ കുറച്ചും കൂടെ കാര്യമായിട്ട് നോക്കണം. ഈവൻ ഹൈ ഫീവർ ഡേ 1, ചെറിയ കുട്ടി ലെസ് ദാൻ 1 ഇയർ 6 മന്ത്സ് 103 പനി 104 പനി, ആദ്യത്തെ ദിവസം തന്നെ യൂറിനറി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ന്യൂമോണിയ അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ് ആയിരുന്നു, നമ്മൾ സീരിയസ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് റൂൾ ഔട്ട് ചെയ്യണം. അതുകൊണ്ടാണ് അതിപ്പം ഫസ്റ്റ് ഡേ ഭയങ്കര പനി ക്ഷീണമാകുമ്പോൾ പേഷ്യൻ്റ് വരും. പക്ഷെ 4 ദിവസം 5 ദിവസമൊക്കെ പനി നിൽക്കുമ്പോഴത്തേക്കുമാണ് നമുക്ക് ഈ ഡൗട്ട് വരുന്നത്. ഇപ്പം ഞാൻ എഴുതാൻ പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഡേ ഇപ്പം 103 102 കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നു, അത് തന്നെയാണ് സെക്കൻഡ് ഡേ. പക്ഷേ തേർഡ് ഡേ ആയപ്പോഴത്തേക്കും 101 2 നേരെ വന്നുള്ളൂ. പക്ഷെ അമ്മയുടെ കണ്ണിൽ പനി, ആ, അതെ ഈ അതെ. പനി ആ, മാറിയിട്ടില്ല. ആ, ആ. പക്ഷെ ആദ്യം 4 മണിക്കൂറിൽ കുറയാത്ത പനി ഇപ്പം 6 മണിക്കൂർ 8 മണിക്കൂർ കഴിഞ്ഞ് 101 വരുന്നുള്ളൂ. അപ്പം അത് റീഅഷ്യൂറിംഗ് ആണ്.
ടൈം ചെല്ലുന്തോറും കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ വൈറസോ ബാക്ടീരിയ എന്തായാലും നശിച്ചു തുടങ്ങി. പക്ഷെ നശിച്ചു തുടങ്ങുന്നില്ല, സെയിം ലെവലാണ്, അല്ലെങ്കിൽ ഒന്ന് കുറഞ്ഞു. അപ്പം നമ്മളൊന്ന് സ്കൂളിൽ അയച്ചു, നത്തിങ് റോങ് ഇൻ ദാറ്റ്. ഓക്കെ. പക്ഷേ പിറ്റേ ദിവസം പനി വന്നു. അപ്പോൾ പനി വന്നു എന്ന് പറയും ഡോക്ടറെ, 104 ഡിഗ്രി പനി വന്നു. നമ്മൾ എക്സ്റേ എടുക്കണം, നമ്മൾ യൂറിനറി ഇൻഫെക്ഷൻ ടെസ്റ്റ് ചെയ്യണം, ബാക്കി എല്ലാ കാര്യങ്ങളും ആക്ഷനിലേക്ക് പോണം. ആക്ഷനിലേക്ക് പോകണം. അപ്പം എങ്ങനെയാണ് ആ പാറ്റേൺ ഒക്കെ നമുക്ക് എഴുതാതെ ഉണ്ടല്ലോ പേഷ്യൻ്റ് അമ്മയ്ക്ക് നമുക്ക് എന്തുമാത്രം പാറ്റേൺ സിഗ്നിഫിക്കന്റ് ആണ് അല്ലേ? പാറ്റേൺ സിഗ്നിഫിക്കൻ്റ് ആണ്. ഈ ഡെങ്കിയിലും ഒരു ബൈ ഫേസിക് ഫീവറാണ്, 2 തവണ പനി വരും. ആദ്യത്തെ ഒരു പനി ഒന്ന് കുറഞ്ഞ് ഭേദമാകും എന്ന് നമുക്ക് തോന്നും. അപ്പം രോഗം ഭേദമാകുന്നു എങ്കിൽ കുട്ടിയുടെ വിശപ്പ് തിരിച്ചു വരും, കുട്ടിയുടെ ക്ഷീണം മാറും. ഇപ്പം പനി മാത്രം മാറി പക്ഷേ ടയേർഡാണ്, നേരെ കഴിക്കുന്നും ഇല്ല എങ്കിൽ ഒരു ദിവസം കൂടെ റെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. ചിലപ്പോൾ പനി തിരിച്ചു വരും. അപ്പം ഇന്നലെ ഒരു ദിവസം രാവിലെ വരെ മരുന്ന് കൊടുത്തു, അന്ന് പകൽ മുഴുവനും കിടന്നു, പക്ഷെ പനിച്ചില്ല. അപ്പോൾ അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ ഒരു ദിവസം പനിച്ചില്ല. സ്കൂളിൽ വിടണോ വേണ്ടേ? അപ്പോൾ അവൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവൻ കഴിക്കുന്നില്ല, വിടണ്ട. ഓ. ആ. ഇന്ന് രാത്രിയിൽ നേരെ ഉറങ്ങിയില്ല, അല്ലെങ്കിൽ കുത്തി എണീപ്പിക്കുകയാണ് നമ്മൾ. അപ്പോൾ റെസ്റ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എപ്പോഴും ക്ഷീണമാണെങ്കിലും ദ ചൈൽഡ് ഇസ് നോട്ട് വെൽ, ഓക്കെ. അങ്ങനെയാണെങ്കിലും നമ്മൾ ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്യാം. ഒരു കാര്യവും നമ്മളുടെ കുട്ടിയുടെ ഹെൽത്തിനെ കാട്ടി ഇമ്പോർട്ടൻ്റ് അല്ല. എന്തോന്ന് കോമ്പറ്റീഷൻ ആണെങ്കിലും, ഓക്കെ. എന്തോന്ന് പോലീസ് ആ. കേഡറ്റ് സെലക്ഷൻ ആണെങ്കിലും, വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫൈനലി നമ്മളുടെ കുട്ടിക്ക് നമ്മളേ ഉള്ളൂ. നമ്മൾ ആ ഡിസിഷൻസ് എടുക്കണം. മാം, ഇതുപോലെ തന്നെ എനിക്ക് വർക്കൗട്ട് ആയിട്ടുള്ള വേറൊരു കാര്യമാണ്. എൻ്റെ മകൻ ഒരു പ്രാവശ്യം എന്ത് കുടിക്കുന്നു, ഞങ്ങൾ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കൊടുക്കും, ഛർദ്ദിക്കുന്നു. അങ്ങനെയാണത് മാമിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. അപ്പം മാം ഇങ്ങനെ കൃത്യം അളവ് പറഞ്ഞു. ഇത്ര കൊടുക്കുമോ, എനിക്ക് തോന്നുന്നു 2 സ്പൂണോ അത്രേ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യൂ, ഇത് മതിയോ, ഇത് പറ്റുമോ എന്നൊക്കെ വിചാരിച്ചാണ് പോയത്. പക്ഷെ അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്തു. പക്ഷെ അത് വർക്കൗട്ടായി, അവൻ്റെ ആ ഛർദ്ദിൽ മാറി, ആക്റ്റീവ് ആവാൻ തുടങ്ങി. അപ്പം അതൊന്ന് പറയാം, ഒരു ഡയറി അല്ലെങ്കിൽ ഛർദ്ദിലുമായി വരുന്നു. അപ്പോൾ കുട്ടിയെ നമ്മൾ എങ്ങനെയാണ് തിരികെ ഫുഡുമായിട്ട് പരിചയപ്പെടുത്തി കൊണ്ടുവരേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞു ഡീഹൈഡ്രേഷൻ റിപ്പീറ്റഡ് ആയിട്ട് ഛർദ്ദിക്കുമ്പോഴത്തേക്കും ഛർദ്ദിക്കുന്ന വെള്ളത്തിൽ സ്റ്റൊമക്കിലെ സെക്രീഷൻസും കൂടെ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് സോഡിയം, ഉപ്പിൻ്റെ അംശവും നഷ്ടപ്പെടുന്നുണ്ട്, ക്ലോറൈഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ആസിഡ് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പം വെറും വെള്ളം മാത്രം കൊടുത്ത് നമുക്ക് ഈ ഒരു കുറവ് നികത്താനായിട്ട് സാധിക്കില്ല. സോഡിയം കുറയുന്നതും വോമിറ്റിംഗ് കൂട്ടും. അതാണ് നമ്മളുടെ പിന്നെ ക്ഷീണം, കഴിക്കാത്തതിൻ്റെ ക്ഷീണം. അപ്പോൾ ഉപ്പും പഞ്ചസാരയും ഗ്ലൂക്കോസും അടങ്ങിയ വെള്ളമാണ് ശരിക്കും ഛർദിലും വയറിളക്കത്തിലും നഷ്ടപ്പെടുന്ന വെള്ളം തിരിച്ച് നൽകേണ്ട ഫ്ലൂയിഡിൽ ഉണ്ടാകേണ്ടത്. സോൾട്ടും വേണം നമുക്ക്, ഉപ്പും വേണം, പഞ്ചസാരയും വേണം. അപ്പോൾ നമ്മൾ നല്ല സ്പീഡിൽ, ഇപ്പോൾ ഓൾറെഡി ഒരു ഇൻഫെക്ഷൻ കാരണം സ്റ്റൊമക്ക് ഒന്ന് ഇറിറ്റേറ്റഡ് ആയിട്ട്, വയറൊന്ന് ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ വെള്ളം ഒരുമിച്ചിടുമ്പോഴത്തേക്ക് അതങ്ങ് ഇറിറ്റേറ്റഡ് ആയിട്ട് തിരിച്ചങ്ങ് തള്ളിയും വിളിക്കും. അപ്പോൾ സ്മോൾ ക്വാണ്ടിറ്റീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തങ്ങാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഡീഹൈഡ്രേഷൻ കറക്റ്റ് ചെയ്യില്ലായിരിക്കും. കുറച്ച് 1 മണിക്കൂർ കൊണ്ടൊന്നും പറ്റുമൊന്നുമില്ല. നമുക്കറിയാമല്ലോ കുട്ടിക്ക് പൾസും അവൻ്റെ സ്കിന്നിലെ ശക്തിയും കണ്ണിൽ വെറ്റ്നസ് ഉണ്ടോ, നാക്കിൽ വെറ്റ്നസ് ഉണ്ടോ എന്നൊക്കെ ആ. നോക്കിയിട്ട് മൈൽഡ് ഡീഹൈഡ്രേഷൻ മാത്രമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ഗ്ലൂക്കോസും സോൾട്ടും ആകെ കുറച്ച് മതി. അതാണ് ഈ പറയുന്ന 5 ml അല്ലെങ്കിൽ 5 ml, 1 സ്പൂൺ ഗ്യാപ്പ് കൊടുക്കുക. ആ 1 സ്പൂൺ വായിക്കൂടെയും തൊണ്ടയിൽക്കൂടെയും തന്നെ അത് അബ്സോർബ് ചെയ്യും. രണ്ടാമത്തെ സ്പൂൺ 5 മിനിറ്റിന് ശേഷം. അപ്പോൾ കുറച്ചും കൂടെ സോഡിയം കറക്റ്റ് ഇടാം. സ്ലോ ആയിട്ട് ഓർക്കാനിച്ചാലും നമുക്ക് 1 സ്പൂൺ ഛർദ്ദിക്കാൻ പറ്റില്ല. അങ്ങനെ സ്ലോ ആയിട്ട് ഒരു അരമണിക്കൂർ, ഒരു 6 പ്രാവശ്യമൊക്കെ 5 മിനിറ്റ്സ് 5 മിനിറ്റ്സ്, അപ്പോൾ ക്ലോക്ക് കാണിച്ച് പറഞ്ഞു കൊടുക്കണം. 1 ആകുമ്പോൾ 1 സ്പൂൺ, 2 ആകുമ്പോഴത്തേക്ക് ഒരു കൺസൾട്ടേഷൻ ഇസ് ഓൺലി 10 മിനിറ്റ്സ്. അപ്പോൾ ആ കൺസൾട്ടേഷൻ്റെ സമയത്ത് 2 സ്പൂൺ വെള്ളമേ കുട്ടിക്ക് കൊടുക്കാവും. ആ. അതിന് പകരം അമ്മ എല്ലാ 10 സെക്കൻഡ് കൂടുമ്പോഴും ഗ്ലാസ് ചരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ കുട്ടി ക്ഷീണമാണ്, നമുക്ക് വെപ്രാളമാണ് പെട്ടെന്ന് കൊടുക്കാനായിട്ട്. അങ്ങനെ ചെയ്യാതെ വെറും വെള്ളം കൊടുത്താലും കുട്ടി ഒന്നും കുടിക്കുന്നില്ല, വെറും വെള്ളമേ കുടിക്കൂ. ഇപ്പോൾ നമ്മളൊരു ഗ്ലാസ്സിൽ ORS കൊണ്ടുവന്ന വാവ കുടിക്കൂലായിരിക്കും, പക്ഷേ ഒരു സ്പൂണിൽ കൊണ്ടുവന്ന ഇത് ഒരെണ്ണം കുടിക്കുമെന്ന് പറഞ്ഞ് സ്നേഹത്തോടെ കോക്സ് ചെയ്ത് എങ്ങനെയെങ്കിലും പറഞ്ഞെടുത്ത് 1 സ്പൂൺ കുടിപ്പിക്കും. 5 മിനിറ്റ്സ് കഴിഞ്ഞ് അടുത്ത സ്പൂൺ, അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഒരു 30 ml, 1 ഔൺസേ ഒരു അരമണിക്കൂറാകുമ്പോൾ ചെല്ലും. പക്ഷേ അതിൽ വോമിറ്റിംഗ് സെൻസേഷൻ അങ്ങ് മാറും. ഇല്ലെങ്കിൽ നമുക്ക് വോമിറ്റിങ്ങിലുള്ള മെഡിസിനും കൊടുക്കാം. ഈ ഓണ്ടാൻസീട്രോൺ, പല ജാതി മെഡിസിൻസ് ഉണ്ട്. അത് നമുക്ക് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ്സ് മെഡിസിൻ്റെ, ഇപ്പോൾ ഒഴിഞ്ഞ വയറാണ്, ഛർദ്ദിച്ച് ഒഴിഞ്ഞ വയറാണ്, അതിൽ നമ്മൾ സിറപ്പ് കൊടുക്കുമ്പോൾ ഉടനെ വർക്ക് ചെയ്യും അത്. അപ്പോൾ 5 മിനിറ്റ്സിൻ്റെ അകത്ത് നമുക്ക് സോൾട്ട്, ഷുഗർ സൊല്യൂഷൻ, ORS, കഞ്ഞിവെള്ളം ഉപ്പിട്ടത്, കരിക്കും വെള്ളം, നമുക്ക് ഓരോ സ്പൂൺ വെച്ച് കുറച്ച് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഉണർവും വരും, ഛർദിലും കുറയുമ്പം നെക്സ്റ്റ് ഹാഫ് ആൻ അവറിൽ ഇത്തിരി കൂടെ സ്പീഡ് കൂട്ടാം. എവരി 3 മിനിറ്റ്സ് കൊടുക്കാം, അല്ലെങ്കിൽ 10 ml എവരി 5 മിനിറ്റ്സ് കൊടുക്കാം. സെക്കൻഡ് അവറിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ അര ഗ്ലാസ് കുടിക്കാം, കുറച്ചും കൂടെ വലിയ കുട്ടിയാണെങ്കിൽ. പിന്നെ തേർഡ് അവറിൽ കുറച്ച് ഇഡ്ഡലിയും കൊടുക്കാം, അല്ലെങ്കിൽ കഞ്ഞി, അവന് മനസ്സിന് ഒതുങ്ങുന്ന കുറച്ച്. അപ്പോൾ സ്ലോ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ സംടൈംസ് നമുക്കൊരു ഡ്രിപ്പ് ഇടേണ്ട, സൂചി ഇടേണ്ട ഒരു അവസ്ഥ, ഈവൻ സിവിയർ വോമിറ്റിംഗ് ആണെങ്കിൽ പോലും ORS വർക്ക് ചെയ്യും.
നമ്മൾ ആ കുറച്ച് സോൾട്ട് കുറച്ച് ഇൻ്റർവെല്ലിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ ടയേർഡ് ആകാൻ വിടരുത്. ആ. അങ്ങ് പിന്നെയും നമ്മൾ ഇത് തന്നെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു ഹോസ്പിറ്റലിൽ എത്താൻ പറ്റാത്ത ഒരു സാഹചര്യമൊക്കെ വരുമ്പോഴാണ് വയറിളക്കം കുറച്ചും കൂടെ സിക്ക് സിവിയർ ആവാൻ ആ തുടങ്ങുന്നതാണ്. ഓക്കെ